പക്ഷെ ആലമുൽ അസ്ബാബുമായിട്ട് ആ പ്രസവത്തിന് ബന്ധമുണ്ടോ എന്ന് നാം നോക്കണം. പദാർത്ഥലോകവുമായിട്ട് ആ പ്രസവത്തിന് ബന്ധമില്ല. ഒരു പുരുഷന്റെ ബീജം ഉപയോഗിച്ചുകൊണ്ടല്ല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മമുണ്ടായത്. ഒരു സ്ത്രീയുടെ അണ്ഡവും ഉപയോഗിച്ചിട്ടില്ല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തിന്. പുരുഷന്റെ ബീജം പെണ്ണിന്റെ അണ്ഡവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യ നിർമ്മാണം നടത്തുക എന്നത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. അത് ആലമുൽ അസ്ബാബിന്റെ വിശേഷണമാണ്, പദാർത്ഥ ലോകത്തിന്റെ വിശേഷണം. പക്ഷെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മവും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസവവും അസ്ബാബിന്റെ ലോകവുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുകയില്ല. അള്ളാഹു പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് മനസ്സിലാകുന്നത്. ലോകാവസാനം വരെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തിനൊരു സാങ്കേതികത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നാം അതിനെ ഏതിലാണ് ഉൾപ്പെടുത്തേണ്ടത്? തികച്ചും അഭൗതികമാണ് ആ വസ്തുത. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് മാത്രം ഇടപെടുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകും. അവിടെ അല്ലാഹു അവന്റെ സുന്നത്തിനെ പരിഗണിക്കുകയില്ല. അല്ലാഹുവിന്റെ സുന്നത്ത്, അല്ലാഹുവിന്റെ നടപടിക്രമം പദാർത്ഥങ്ങളെ പരിഗണിച്ചുകൊണ്ട് വസ്തുതകളെ ഉണ്ടാക്കുക എന്നതാണ്. ചിലപ്പോൾ അല്ലാഹു തആല അത് തെറ്റിക്കും. എന്തിനാണത് തെറ്റിക്കുന്നത്? അല്ലാഹു അതിന് കഴിവുള്ളവനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ. അത്തരം വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് വഹയിന്റെ ഇൽമിലൂടെ മാത്രമാണ്. സാങ്കേതിക ജ്ഞാനത്തിലൂടെ മനസ്സിലാകുന്ന വിഷയം അത് അള്ളാഹുവിന്റെ സുന്നത്തിൽ, അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ അതിബൃഹത്തായ 3 സൃഷ്ടികളെ സംബന്ധിച്ച് അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് കിതാബുകളിൽ, പ്രവാചകന്മാരുടെ വാക്കുകളിൽ. അതിലൊന്നാമത്തെ സൃഷ്ടി മലക്കുകളാണ്. തികച്ചും ആകാശ സൃഷ്ടിയാണ് മലക്കുകൾ. അല്ലാഹു പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വഹയിന്റെ ഇൽമിലൂടെ മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹ്, അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്നത് മാത്രമാണ് മലക്കുകളുടെ അസ്തിത്വത്തെ സംബന്ധിച്ച് നമുക്കുണ്ടാകുന്ന നമ്മുടെ അറിവിന് പ്രമാണം. അതുകൊണ്ട് തികച്ചും ഒരു അഭൗതിക സൃഷ്ടിയാണ് മലക്കുകൾ. വഹയിന്റെ ഇൽമിലൂടെ മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന സൃഷ്ടികൾ. അവരെ പറ്റി നാം എന്ത് മനസ്സിലാക്കണം, എന്ത് വിശ്വസിക്കണം, എന്ത് അംഗീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല വളരെ ഖണ്ഡിതമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തക്കോ നമ്മുടെ ഗവേഷണങ്ങൾക്കോ ഒരു വിധത്തിലും ഒതുങ്ങിത്തരാത്ത ഒരു സൃഷ്ടിയാണ് മലക്കുകൾ. അപ്പോൾ പിന്നെ വഹയിന്റെ ഇൽമ് ഈ വിഷയത്തിൽ എന്താണോ പറഞ്ഞു തന്നിരിക്കുന്നത് അതപ്പടി അംഗീകരിച്ചു കൊടുക്കുക. ബാക്കി മുഴുവൻ കാര്യത്തിനും നാം മൗനം ദീക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഈമാന്റെ ഭാഗം. ഈമാനിന്റെ രണ്ടാമത്തെ കാര്യമായ മലക്കുകളിലുള്ള ഈമാൻ, അൽ ഈമാനു ബിൽ മലായിക. മലക്കുകളുടെ ഈമാൻ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ചിന്തയോ നമ്മുടെ സാങ്കേതിക മികവുകളോ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അസ്ബാബുകളെ, പദാർത്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുക്കുന്ന ഭൗതിക ജ്ഞാനത്തിലൂടെ മലക്കുകളെ കണ്ടെത്തുക എന്ന ബാധ്യത വല്ലതും നമ്മുടെ മേലുണ്ടോ? ഇല്ല. അള്ളാഹു എന്താണോ പറഞ്ഞു തന്നത് അത് അംഗീകരിച്ചു കൊടുത്താൽ മാത്രം മതി. അള്ളാന്റെ പ്രവാചകൻ എന്താണോ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത് അത് അംഗീകരിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഈമാൻ സ്വഹീഹ. രണ്ടാമത്തെ ഈമാൻ, ഈമാന്റെ രണ്ടാമത്തെ റുക്കിന്, രണ്ടാമത്തെ ഫർദ്. ഇതുപോലെ പ്രബലമായ മറ്റൊരു സൃഷ്ടിയാണ് ജിന്നുകൾ. അള്ളാഹു പരിചയപ്പെടുത്തി തന്ന സൃഷ്ടികൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തി തന്ന സൃഷ്ടികൾ.
ജിന്നുകളെ സംബന്ധിച്ചും അതേപോലെ തന്നെ അത് തികച്ചും ഒരു അഭൗതിക സൃഷ്ടിയാണ്. എന്തുകൊണ്ട്? വഹയിന്റെ ഇൽമിലൂടെ മാത്രമേ അങ്ങനെ ഒരു സൃഷ്ടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. പദാർത്ഥങ്ങളെ ഉപയോഗിച്ച് കണ്ടെത്തുന്ന, മനുഷ്യൻ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക ജ്ഞാനത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിയല്ല ജിന്നുകൾ. അതുകൊണ്ട് അള്ളാഹു എന്തു പറഞ്ഞു അവരെ സംബന്ധിച്ച്, അള്ളാന്റെ പ്രവാചകൻ എന്തു പറഞ്ഞു തന്നു, അവിടെ നിൽക്കൽ മാത്രമേ നമ്മുടെ ഈമാനിന്റെ ഭാഗത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊരു ഉത്തരവാദിത്തം ആ വിഷയത്തിൽ നമുക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വഫാത്താകുന്നത് വരെ ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഷ്റഫുൽ ഖൽക്ക് ഇടപെടും. അത് അഷ്റഫുൽ ഖൽക്കിന് അള്ളാഹു കൊടുക്കുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വമേധയാ ഉണ്ടാക്കിയെടുത്ത സാങ്കേതിക ജ്ഞാനത്തിന്റെ മികവ് കൊണ്ടൊന്നുമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാവലോടുകൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിന്ന് സമൂഹത്തിന്റെ ഖലീഫയല്ല. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകലോടുകൂടി ആ സമൂഹവുമായി നമുക്കൊരു ഉത്തരവാദിത്തവും ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു തന്ന ശരീഅത്ത് അൽ ഇൻസാന്റെ മാത്രം ശരീഅത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അൽ ഇൻസാന്റെ ഖിലാഫത്താണ്, മനുഷ്യർക്ക് മാത്രമുള്ള ഖലീഫയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ജിന്നുകൾക്കും കൂടിയുള്ള പ്രവാചകനാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിന്നുകളുടെ ഖലീഫയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കുന്ന മജ്ലിസിൽ ജിന്നുകളുടെ പ്രതിനിധിയെ ക്ഷണിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ പങ്കെടുക്കുകയോ ചെയ്തതായിട്ട് രേഖകളില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഉമ്മത്തിലെ ഇൻസാനെ പ്രതിനിധീകരിക്കുന്ന ഒന്നാമത്തെ വ്യക്തി, മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ഒന്നാമത്തെ വ്യക്തി. ആ ഒന്നാമത്തെ വ്യക്തിയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്, എന്റെ കാലത്തിന് ശേഷം അവരുടെ കാര്യം ശ്രദ്ധിക്കണമെന്നോ പരിഗണിക്കണമെന്നോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മദീന കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഭരണത്തിൽ ജിന്ന് സമൂഹത്തിന്റെ പ്രാതിനിധ്യത്വമോ അവരുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അസ്ബാബുകളുടെ സപ്ലൈയോ പദാർത്ഥങ്ങളുടെ വിതരണമോ ഇതൊന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മേൽ ഉള്ള ഉത്തരവാദിത്തമല്ല. നാളെ ആഖിറത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മദീനത്ത് താമസിക്കുന്ന ജിന്നുകളായ മുഅ്മിനീകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നവും ഇല്ല. അതുകൊണ്ട് അത് തികച്ചും വഹ്യ് കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടി ലോകമാണ്. മൂന്നാമത്തെ സൃഷ്ടി മനുഷ്യരാണ്, അൽ ഇൻസാൻ. നാം അൽ ഇൻസാന് മനുഷ്യൻ എന്ന് പരിഭാഷപ്പെടുത്തുന്നത് എത്രമാത്രം പൂർണ്ണമായിരിക്കും എന്ന് നമുക്കറിയില്ല. മനുഷ്യൻ എന്ന മലയാളത്തിലുള്ള പരിഭാഷ അൽ ഇൻസാൻ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകത്തോട് 100% നീതി പുലർത്തുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം പരിശുദ്ധ ഖുർആൻ അൽ ഇൻസാൻ എന്ന പ്രയോഗം അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ അതിന്റെ വിശദീകരണം അള്ളാഹു തന്നെ തന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ എന്ന മലയാളത്തിലെ ഉപയോഗം അൽ ഇൻസാനെ പ്രതിനിധീകരിക്കുന്ന വാചകമാണോ മനുഷ്യൻ, അതോ 2 കാലിൽ നീണ്ടു നിവർന്ന് നടക്കുന്ന, നാവുകൊണ്ട് സംസാരിക്കുന്ന, കൈകൊണ്ട് വാരി തിന്നുന്ന, തലയോടും തലയോട്ടിന്റെ അകത്തിച്ചിരി തലച്ചോറും ഉള്ള ഒരു ജീവിയുടെ പേരാണോ മനുഷ്യൻ? ആണെങ്കിൽ അൽ ഇൻസാൻ എന്ന വാക്കിന് മനുഷ്യൻ എന്ന വാക്ക് അത്ര പൂർണാർത്ഥം കൊടുക്കുന്ന വാക്കാണെന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? അൽ ഇൻസാൻ എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങളെ അള്ളാന്റെ വചനങ്ങളെ കൊണ്ട് വ്യാഖ്യാനിക്കുക,
തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ. അതിന് വഴികളില്ലെങ്കിൽ പ്രവാചകന്റെ വാചകങ്ങളെ കൊണ്ട് വ്യാഖ്യാനിക്കുക. ഇവിടെ അൽ ഇൻസാൻ എന്ന പ്രയോഗത്തെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റു വാചകങ്ങളെ കൊണ്ട് തഫ്സീർ ചെയ്തു തന്നിട്ടുണ്ട്. ആ തഫ്സീറിനെ അടിസ്ഥാനമാക്കുമ്പോൾ മനുഷ്യൻ എന്ന പ്രയോഗം അൽ ഇൻസാൻ യോജിച്ചത് പൂർണ്ണമായി യോജിച്ചതാണ് എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. പിന്നെ തൽക്കാലം അതിനൊരു മലയാള പരിഭാഷ വേണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം മനുഷ്യൻ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ആകാശഭൂമിയോടെ പഴക്കമൊന്നും മലയാളത്തിലില്ലല്ലോ. 1400 ചില്ലറ കൊല്ലം മാത്രമാണ് മലയാള ഭാഷയുടെ പ്രായം. അത്ര തന്നെ പ്രായം തന്നെയാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിനുമുള്ളത്. അപ്പോ പിന്നെ പരിശുദ്ധ ഖുർആനിന്റെ അറബിയിലുള്ള കലിമാത്തുകൾക്ക് പൂർണ്ണാർത്ഥം നൽകാൻ കെൽപ്പ് മലയാള ഭാഷക്കുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അൽ ഇൻസാൻ എന്ന പ്രയോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരിഭാഷ എന്താണ്? ഒരു സൃഷ്ടി അൽ ഇൻസാൻ ആകണമെങ്കിൽ അതിന്റെ ഷർത്ത് എന്താണ്? മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സൃഷ്ടി മനുഷ്യനാകാൻ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതിന്റെ വ്യവസ്ഥ എന്താണ്? അതോ രണ്ട് കാലിൽ നടക്കുന്നതിനെയൊക്കെ മനുഷ്യൻ എന്നർത്ഥം വെക്കാമെന്നുണ്ടോ? അങ്ങനെയാണോ? അങ്ങനെ ലൂസാക്കി വിട്ടിരിക്കുകയാണോ ആ വിഷയം? അല്ല. രണ്ട് കാലിൽ നീണ്ടു നിവർന്ന് നടക്കുന്നു എന്നതുകൊണ്ട് അൽ ഇൻസാൻ ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റുകയില്ല. കൈകൊണ്ട് വാരി തിന്നുന്നു എന്നതുകൊണ്ടും അൽ ഇൻസാൻ ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റുകയില്ല. നാവ് കൊണ്ട് സംസാരിക്കുന്നു എന്നതുകൊണ്ടും അൽ ഇൻസാൻ ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റുകയില്ല. ഒരു സൃഷ്ടി അൽ ഇൻസാൻ ആകണമെങ്കിൽ, മലയാളത്തിൽ പറഞ്ഞാൽ മനുഷ്യനാകണമെങ്കിൽ, അള്ളാഹുവിന്റെ പരശതം സൃഷ്ടികളിൽ നിന്ന് ഒരു സൃഷ്ടി മനുഷ്യനാകണമെങ്കിൽ, മനുഷ്യൻ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ അതിന്റെ വ്യവസ്ഥ എന്താണ്? അതിന്റെ ഷർത്ത് എന്താണ്? ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് എന്തിനും വ്യവസ്ഥ വേണം, പ്രമാണം വേണം. ഒരു സൃഷ്ടി മനുഷ്യനാണ് എന്നിവിടുത്തെ ശാസ്ത്രജ്ഞൻ അവന്റെ കയ്യിലൊതുങ്ങുന്ന പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ട് ഗണിച്ചെടുത്ത് പറഞ്ഞാൽ മാത്രം അതിനെ മനുഷ്യനെന്ന് അംഗീകരിക്കാൻ ഇസ്ലാം തയ്യാറല്ല. ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ആ സൃഷ്ടി മനുഷ്യന്റെ കൂട്ടത്തിൽ പെട്ടതാണോ എന്ന് തെളിയണം. അതെ, അൽ ഇൻസാനു വൽ ഇസ്ലാം. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒന്ന് അൽ ഇൻസാനെ സംബന്ധിച്ച്, രണ്ടാമത്തത് അൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച്. പരിശുദ്ധ ഖുർആന്റെ പ്രഥമമായ ചർച്ച മനുഷ്യനാണ്. രണ്ടാമത്തെ ചർച്ചയാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആന്റെ രണ്ടാമത്തെ ചർച്ചയാണ് ഇസ്ലാം. ഒന്നാമത്തെ ചർച്ച മനുഷ്യനെ സംബന്ധിച്ചാണ്. കാരണം മനുഷ്യൻ എന്ന സൃഷ്ടിയെ മനസ്സിലാക്കിയെടുക്കുമ്പോഴേ ഇസ്ലാമിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇൻസാനിയത്തുമായി ബന്ധപ്പെടുത്താത്ത കാലത്തോളം ഇസ്ലാമിയത്തിനെ ഒരു ദർശനം, ഒരു പോളിസി, ഒരു പദ്ധതി എന്നല്ലാതെ അതിൽ കവിഞ്ഞ് ദീനുല്ലാഹ് എന്ന രീതിയിൽ പരിചയപ്പെടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ദീനുൽ ഇസ്ലാം അത് അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥിതിയാണ്, അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ നിയമസംഹിതകളാണ്. അള്ളാഹു അവന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് അള്ളാഹു സ്വമേധയാ സ്വീകരിച്ച ഒരു പ്രൊസീജറാണ് ദീനുൽ ഇസ്ലാം. എന്താണ് തെളിവ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതിനാണ് തെളിവ്. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ ഇസ്ലാമാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രൊസീജർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമായിരിക്കും എന്നർത്ഥം. ഇസ്ലാം അല്ലാത്ത ഒരു വ്യവസ്ഥിതി അള്ളാഹു പരിഗണിക്കാറില്ല. അത് അർശിനെ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും, കുർസിനെ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും, ആകാശങ്ങളെ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും, ഭൂമി നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും, മലക്കുകളെ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും, ജിന്നുകളെ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും, മനുഷ്യരെ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല
ദീനുൽ ഇസ്ലാം എന്ന വ്യവസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ അത് ചെയ്യാറുള്ളൂ. എന്തുകൊണ്ട്? അല്ലാഹു തആല അതാണ് ഇഷ്ടപ്പെട്ട വ്യവസ്ഥിതിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ്. ചോദിച്ചില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തോട്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ലാഹുവിന്റേതല്ലാത്ത ഒരു ദീനിനെയാണോ മനുഷ്യരായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയമങ്ങളാക്കി അംഗീകരിക്കാൻ പോകുന്നത്? മനുഷ്യരായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താൻ പോകുന്നത് അല്ലാഹുവിന്റേതല്ലാത്ത ഒരു ദീൻ നിങ്ങൾ പടച്ചുണ്ടാക്കിക്കൊണ്ടാണോ? ഏത് സ്ഥിതിയിൽ? വലഹു, വാവ് ഹാലിയ. ഏത് സ്ഥിതിയിൽ? വലഹു, ആ അല്ലാഹ്ക്ക് വേണ്ടി അസ്ലമ, മുസ്ലിമായിരിക്കുകയാണ്. മൻഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവരഖിലം, വൽ അർളി, ഭൂമിയിലുള്ളവരഖിലം ആ അല്ലാഹ്ക്ക് വേണ്ടി മുസ്ലിമായിരിക്കുകയാണ്. പ്രപഞ്ചം അഖിലാണ്ടത്തിലെ സൃഷ്ടി സമൂഹം മുഴുവനും അംഗീകരിച്ചിരിക്കുന്നത് ദീനുൽ ഇസ്ലാമിനെയാണ്. എന്നിരിക്കെ നിങ്ങൾ മാത്രം എന്തേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യവസ്ഥിതിയെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാകുന്നത്? മനുഷ്യരോടാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. തൗഅൻ, തൗഅൻ. ചില സൃഷ്ടികൾ അതിന്റെ ജന്മന നിർമ്മാണത്തിൽ തന്നെ ദീനുൽ ഇസ്ലാമിനെ ഏകപക്ഷീയമായി സ്വീകരിച്ചവരാണ്. എന്ന് വെച്ചാൽ മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ, അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകളൊന്നും ഇല്ലാതെ ഏകപക്ഷീയമായി ദീനുൽ ഇസ്ലാമിനെ നിലനിൽപ്പിന്റെ നിദാനമായി പരിഗണിച്ചതാണ് സൃഷ്ടിജാലങ്ങൾ. സൂര്യനെ പോലെ, സൂര്യൻ എന്ന സൃഷ്ടിക്ക് അതിന്റെ നിലനിൽപ്പിന്റെ നിദാനമായ ദീനുൽ ഇസ്ലാമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ മറിക്കാനോ കൂട്ടാനോ കുറക്കാനോ പറ്റുകയില്ല. ഭൂമിയുടെ മേൽ നടപ്പിലാക്കിയ ദീനുൽ ഇസ്ലാം അതും അതേപോലെ തന്നെ. സമുദ്രങ്ങളുടെ മേലും പർവ്വതങ്ങളുടെ മേലും നടപ്പിലാക്കിയ ദീനുൽ ഇസ്ലാം, ഇതൊക്കെ ഏകപക്ഷീയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന വ്യവസ്ഥിതിയാണ്. എന്നാൽ ചില വ്യവസ്ഥിതികളുണ്ട്, ചില സൃഷ്ടികളുണ്ട് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഒരു നിശ്ചിത സമയം വരെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ നടപ്പിലാക്കുന്ന രീതിയുണ്ട്. 5 നേരത്തെ നിസ്കരിക്കുക ദീനുൽ ഇസ്ലാമിന്റെ വ്യവസ്ഥിതിയാണ്. നിസ്കാരം എന്നതൊരു സൃഷ്ടിയുടെ മേൽ അതിന്റെ അസ്തിത്വത്തിൽ തന്നെ ലയിപ്പിച്ചതല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകിയതാണ്. ഇതാണ് അല്ലാഹുവിന്റെ വ്യവസ്ഥയുടെ വ്യത്യാസം. ചിലത് അല്ലാഹു അതിന്റെ സൃഷ്ടിപ്പിൽ തന്നെ ആ ദീനുൽ ഇസ്ലാമിനെ ലയിപ്പിച്ചിട്ടുണ്ടാകും. അത് പിന്നെ കൂടുകയോ കുറയുകയോ ഇല്ല. അവകളുടെ നിർമ്മാണത്തിൽ തന്നെ അല്ലാഹു തആല സമന്വയിപ്പിച്ചിട്ടുണ്ടാകും അതിനെ. മലക്കുകളുടെ ദീനുൽ ഇസ്ലാം പോലെ മലക്കുകളുടെ ദീനുൽ ഇസ്ലാം കൂടുകയോ കുറയുകയോ ഇല്ല. ഉള്ളതില്ലാതാകുകയോ ഇല്ലാത്തത് കൂടുകയോ ഇല്ല. മറ്റ് പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലകരുടെ മേൽ നടപ്പിലാക്കിയ ദീനുൽ ഇസ്ലാം പോലെ. അതേ സന്ദർഭത്തിൽ മനുഷ്യ സമൂഹത്തിൽ തന്നെ അലംഘനീയമായ ചില വ്യവസ്ഥിതികളുണ്ട്. അത് മാറ്റിമറിക്കാൻ കഴിയില്ല. മനുഷ്യൻ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്നത്, അവന്റെ നിറം ഏതായിരിക്കണമെന്നത്, അവന്റെ ബാപ്പ ആരായിരിക്കണമെന്നത്, അവന്റെ ഉമ്മ ആരായിരിക്കണമെന്നത്, അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നത്, ഇത്തരം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മന അവന്റെ സൃഷ്ടിപ്പിൽ തന്നെ ലയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. വെളിയിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതാണ് മനുഷ്യരുടെ മേൽ നടപ്പിലാക്കിയ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പാർട്ട്. മറ്റേ പാർട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മുമ്പിൽ 2 കാര്യങ്ങൾ സമർപ്പിക്കും. അതിലേത് വേണമെന്ന് മനുഷ്യർക്ക് തെരഞ്ഞെടുക്കാം.
മനുഷ്യരോട് പറഞ്ഞു നീ കൃത്യമായി നിസ്കരിക്കണം, അപ്പുറത്ത് പറഞ്ഞു നീ കള്ളു കുടിക്കരുത്, ഇപ്പുറത്ത് പറഞ്ഞു നീ സക്കാത്ത് കൊടുക്കണം, അപ്പുറത്ത് പറഞ്ഞു നീ പലിശ വാങ്ങരുത്. രണ്ട് നിയമങ്ങൾ മനുഷ്യർക്ക് മുമ്പിൽ പറയുക, എന്നിട്ടത് ചെയ്യാൻ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുക തൽക്കാലത്തേക്ക്. ആ സ്വാതന്ത്ര്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ ആ നിയമത്തെ പുലർത്തുക. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. ഇതാണ് തൗഅൻ വകർഹൻ എന്ന പരിശുദ്ധ ഖുർആന്റെ വാചകത്തെ മുഫസ്സിറുകൾ തഫ്സീർ ചെയ്തിരിക്കുന്നത്. അപ്പം ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു സൃഷ്ടി മനുഷ്യ സൃഷ്ടിയാണ് എന്ന് ഒരു മുസ്ലിം പറഞ്ഞു കൊടുക്കണമെങ്കിൽ, സമ്മതിച്ചു കൊടുക്കണമെങ്കിൽ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അവൻ ആ മനുഷ്യ സമൂഹത്തിൽ പെട്ടവനാണോ, ഇസ്ലാം നിർദ്ദേശിച്ച ഷർത്ത് ആ സൃഷ്ടി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ ഒരു സൃഷ്ടിയെ നമുക്ക് മനുഷ്യന്റെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുകയുള്ളൂ. രണ്ട് കാലിൽ നീണ്ടു നിവർന്ന് നടക്കുന്നു എന്നതുകൊണ്ട് അവനെ മനുഷ്യന്റെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുകയില്ല. കൈകൊണ്ട് ഭക്ഷണം വാരി തിന്നുന്നു എന്നതുകൊണ്ട് അവനെ മനുഷ്യന്റെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുകയില്ല. മറിച്ച് അവൻ രണ്ട് കാലിൽ നടക്കുന്നവനോ കൈകൊണ്ട് വാരി തിന്നുന്നവനോ ആരായിരുന്നാലും ശരി, മനുഷ്യൻ അൽ ഇൻസാൻ, ഞാൻ മനുഷ്യൻ എന്ന് പിന്നെയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇവിടെ വാക്ക് അൽ ഇൻസാൻ എന്നതാണ്. അൽ ഇൻസാൻ എന്നതിന് മനുഷ്യൻ എന്ന പരിഭാഷ പൂർണ്ണമാണെന്ന് നാം അംഗീകരിക്കുന്നില്ല. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ വ്യവസ്ഥക്ക് അപ്പുറത്തുള്ള സൃഷ്ടിക്കും ചിലപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞേക്കാം. പരിശുദ്ധ ഖുർആൻ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥിതിക്ക് അപ്പുറത്തുള്ള ചില സൃഷ്ടികൾക്കും മനുഷ്യൻ എന്ന് പറഞ്ഞേക്കാം. ആഫ്രിക്കൻ കാടുകളിലുള്ള ദിനോസറുകളെ പോലെ, ചിമ്പാൻസികളെ പോലെ, നിക്കോബാർ, അന്തമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ ജറുവകളെ പോലെ ഇവരൊക്കെ രണ്ട് കാലിൽ നീണ്ടു നിവർന്ന് നടക്കുകയും കൈകൊണ്ട് വാരി തിന്നുകയും ചെയ്യുന്ന ജീവികളാണ്. ഇവകളെ ചിലപ്പോൾ സാങ്കേതിക ഭാഷയിൽ മനുഷ്യൻ എന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന വാക്കോടൊപ്പം വേറെ എന്തെങ്കിലും ഒരു വാക്ക് ചേർത്ത് പറഞ്ഞേക്കാം. എന്നാൽ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള മനുഷ്യൻ, ഇൻസാൻ ആകണമെങ്കിൽ അതിനൊരു ഷർത്തുണ്ട്, അതിനൊരു വ്യവസ്ഥയുണ്ട് ഖുർആനില്. ആ വ്യവസ്ഥ പാലിച്ചിരിക്കണം. അവരെ മാത്രമേ മനുഷ്യൻ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ. എന്താണ് ആ വ്യവസ്ഥ? എന്താണ് ഷർത്ത്? ഒരു സൃഷ്ടി മനുഷ്യനാകണമെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഷർത്ത് എന്താ? ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഷർത്ത് രണ്ട് കാലില് നടക്കലോ, രണ്ട് കൈ കൊണ്ട് വാരി തിന്നലോ, തലയോട്ടിന്റെ അകത്തിച്ചിരി തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കലോ, ഇതൊന്നും അല്ലാഹു തആല മനുഷ്യനാകാനുള്ള ഷർത്തിൽപ്പെടുത്തിയിട്ടില്ല. മറിച്ച് മനുഷ്യനാകണമെങ്കിൽ, അൽ ഇൻസാനിൽ പെടണമെങ്കിൽ അതിന്റെ ഷർത്ത് അയ്യകൂന ആദമിയ, അവൻ ആദമിയായിരിക്കണം. ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ചൊരു സൃഷ്ടി മനുഷ്യനാകണമെങ്കിൽ ആ മനുഷ്യൻ ആദമിന്റെ സന്തതിയായിരിക്കണം. എന്തുകൊണ്ട്? അൽ ഇൻസാനെ അള്ളാഹു തഫ്സീർ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. ബനു ആദം എന്നാണ് അൽ ഇൻസാന്റെ തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അൽ ഇൻസാന് തഫ്സീർ പറഞ്ഞു തന്നിരിക്കുന്നത് ബനു ആദം എന്ന പ്രയോഗത്തിലാണ്. തുടക്കത്തിലും അങ്ങനെ തന്നെ, ഒടുക്കത്തിലും അങ്ങനെ തന്നെ. തുടക്കത്തിൽ യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ഇവിടെ യാ ബനി ആദം എന്നതിന് നാം എന്താണ് മലയാളത്തിൽ അർത്ഥം വെക്കാറ്? ഓ മനുഷ്യരെ എന്നാണ്. ശരിക്ക് മനുഷ്യരെ എന്നാണോ ആ വാക്കിന്റെ മായന? അല്ല, ആദമിന്റെ സന്തതികളെ എന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ. ആദമിന്റെ സന്തതികളെ എന്നതിന് നമ്മളാണ് മനുഷ്യരെ എന്നർത്ഥം വെച്ചത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മനുഷ്യൻ എന്ന പ്രയോഗം എത്രത്തോളം ഫിറ്റാണെന്ന് നമുക്കറിയില്ല എന്ന് പറയാൻ കാരണം അതാണ്. ബനു ആദം എന്ന അറബി വാക്കിന് മനുഷ്യൻ എന്നർത്ഥം വെക്കാൻ എന്താണ് എവിഡൻസ്? എന്താണ് തെളിവ്? ബനു ആദം എന്ന വാക്കിന് ആദമിന്റെ മക്കൾ എന്നേ അർത്ഥമുള്ളൂ. അതിന് മനുഷ്യൻ എന്ന് പറയാൻ എന്താണ് തെളിവ്? അതുകൊണ്ട് ആദമിന്റെ മക്കൾക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്ന കടം വാങ്ങിയ ഒരു വാക്ക് മാത്രമായി നാം മനുഷ്യൻ എന്ന പ്രയോഗത്തെ കണ്ടാ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഇൻസാനായി ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ചിമ്പാൻസികളെയോ, ദിനോസറുകളെയോ, ജറുവകളെയോ,
അതുപോലെയുള്ള ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിപ്പിന്റെ അസ്തിത്വത്തെയോ അല്ലാഹു തആല മനുഷ്യനായി പരിഗണിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന മനുഷ്യൻ, ആദർശവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്ന മനുഷ്യൻ, അനുഷ്ഠാനവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്ന മനുഷ്യൻ, സാങ്കേതികത്വവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്ന മനുഷ്യൻ, അതാര് മാത്രമായിരിക്കണം? ആദമിന്റെ സന്തതികളും മാത്രമായിരിക്കണം. നിങ്ങൾക്കതല്ലാത്ത ഇൽമുകൾ വല്ലതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നോക്കാൻ പറ്റി ആലോചിക്കാം. ഇങ്ങനെ ഇതല്ലാത്ത വേറെ വ്യാഖ്യാനം, ആദമിന്റെ സന്തതികളല്ലാത്ത മനുഷ്യരും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കൽ നിങ്ങളെ ബാധ്യതയിൽപ്പെട്ടതാണ്. നാം പറയുന്നു, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അൽ ഇൻസാൻ എന്ന് ഉപയോഗിച്ചത് ആദമിനെയും ആദമിന്റെ സന്തതികളെയും മാത്രമാണ്. അല്ലാത്തൊരു സൃഷ്ടി അതിൽ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ആദമിന്റെ സന്തതി മാത്രമാണ്. ഇനി ആഖിറത്തിലുള്ള ചർച്ച എടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നു, അലം അൽഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. ദുനിയാവിന്റെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ആഖിറത്തിൽ ചർച്ച വരുമ്പോൾ ആ ചർച്ചയെ സമൂഹത്തിന് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന വാക്ക് എന്തായിരിക്കും? അലം അൽഹദ് ഇലൈക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ? യാ ബനി ആദം, ഓ ആദമിന്റെ സന്തതികളെ അഥവാ മനുഷ്യരെ, അല്ലാ തഅബുദു ശൈത്താൻ. ഇവിടെയും അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താ? ബനു ആദം എന്നാണ്. ഞാൻ നീട്ടുന്നില്ല, നീട്ടിട്ട് നിങ്ങളെ ആലോചനപ്പെടുത്തുന്നില്ല. ഞാൻ ഒരു വസ്തുത, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇൻസാൻ മനസ്സിലാവൽ ഷർത്താണ്. എനിക്ക് മനുഷ്യനാരാന്ന് അറിയണ്ട, എനിക്ക് ഇൻസാനിയത്തൊന്നും അറിയണ്ട, എനിക്ക് ഇസ്ലാമിനൊന്നും നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇൻസാനിയത്തിന്റെ അനുബന്ധമാണ് ഇസ്ലാമിയത്ത്. ഇൻസാനിയത്തിന്റെ അനുബന്ധമാണ് ഇസ്ലാമിയത്ത്. അതുകൊണ്ട് ഇൻസാനിയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന സൃഷ്ടികളുടെ പ്രബലന്മാരായ സൃഷ്ടി സമൂഹത്തിലെ മൂന്നാമത്തെ കക്ഷികൾ മനുഷ്യരാണ്. അൽ ഇൻസാൻ എന്നൊക്കെ പരിശോധിക്കേണ്ടത്, മലക്കുകളെ പോലെ ജിന്നുകളെ പോലെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ അസ്തിത്വം അഭൗതികമാണോ അതോ ഭൗതികമാണോ എന്നതാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ അസ്തിത്വം തികച്ചും അഭൗതികമാണ്. ജിന്നുകളെ പോലെ മലക്കുകളെ പോലെ മനുഷ്യന്റെയും ഉൽപ്പത്തി ആകാശ നിർമ്മിതിയാണ്. അസ്ബാബിന്റെ ലോകവുമായിട്ട് അതിന് ബന്ധമില്ല. ആലമുൽ അസ്ബാബുമായിട്ട് ആദമിന്റെ നിർമ്മാണത്തിന് ബന്ധമില്ല. ആലമുൽ അസ്ബാബുമായിട്ട് ഹവ്വാന്റെ നിർമ്മാണത്തിന് ബന്ധമില്ല. മലക്കുകളുടെ ഉൽപ്പത്തി നിർമ്മാണം പോലെ, ജിന്നുകളുടെ ഉൽപ്പത്തി നിർമ്മാണം പോലെ തികച്ചും ഒരു ആകാശ സൃഷ്ടിയാണ് മനുഷ്യൻ. പരിശുദ്ധ ഖുർആൻ ആ രീതിയിലാണ് നമുക്ക് ഇൻസാനെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ വഹയിന്റെ ഇൽമു കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടി, വഹയിന്റെ ഇൽമു കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് മനുഷ്യൻ എന്ന സൃഷ്ടിപ്പിന്റെ അസ്തിത്വത്തിനുള്ളത്. നാം അത് വിശദീകരിക്കാൻ മെനക്കെട്ടാൽ അതിന്റെ സമയം അതൊരു വലിയ വിഷയമാണ്. 2 ദിവസമുണ്ടെന്ന് വന്നിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഇൻസാനെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതല്ല, ഭൂമിയിൽ നിന്ന് നിർമ്മിച്ചതല്ല. പിന്നെ എന്താണ് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടത്? പ്രത്യുൽപാദനം മാത്രമാണ് ഭൂമിയിൽ നടന്നത്. അസ്തിത്വ നിർമ്മാണം, ഉൽപ്പത്തി നിർമ്മാണം ഭൂമിയിൽ നടന്നിട്ടില്ല. തീർച്ച ഭൂമിയുടെ സൃഷ്ടിയല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തികച്ചും ആകാശത്തിന്റെ സൃഷ്ടിയാണ്. ആലമുൽ അംറിന്റെ സൃഷ്ടിയാണ്, ആലമുൽ അസ്ബാബിന്റെ സൃഷ്ടിയല്ല. ആലമുൽ അംറിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ, ആലമുൽ അസ്ബാബിന്റെ സൃഷ്ടിയല്ല. ആലമുൽ അംറിന്റെ സൃഷ്ടിയാണ് മലക്കുകൾ, ആലമുൽ അംറിന്റെ സൃഷ്ടിയാണ് ജിന്നുകൾ.
അതേപോലെ ആലമുൽ അംറിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തുടക്കം. എന്ന പ്രത്യുൽപാദനം അങ്ങനെയല്ല. മലക്കുകളുടെ പ്രത്യുൽപാദനം ആലമുൽ അംറുമായി ബന്ധപ്പെട്ടതാണ്. ജിന്നുകളുടെ പ്രത്യുൽപാദനവും ആലമുൽ അംറുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ പ്രത്യുൽപാദനം ആലമുൽ അസ്ബാബുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ പ്രത്യുൽപാദനം ആലമുൽ അസ്ബാബുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടതാണ്. പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മലക്കുകളുടെ പ്രത്യുൽപാദനത്തിന്റെ ഒരംശവും നമുക്ക് അറിയിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് മലക്കുകളെ അല്ലാഹു ഉൽപ്പാദിപ്പിച്ചത്? അതിന്റെ അസ്തിത്വ നിർമ്മാണം വേറെയും പ്രത്യുൽപാദനം വേറെയും ആണോ? അതോ ഉൽപാദനത്തിന് പ്രത്യേക ഒരു രീതിശാസ്ത്രം അല്ലാഹുക്കുണ്ടോ? അല്ലാഹു ആലം, നമുക്കറിയില്ല. മലക്കുകളെ സംബന്ധിച്ചും മലക്കുകളുടെ പ്രത്യുൽപാദനത്തെ സംബന്ധിച്ചും നമുക്ക് അറിയിപ്പ് തന്നിട്ടില്ല. ഇതേപോലെ തന്നെ ജിന്നുകളുടെ പ്രത്യുൽപാദനത്തെ സംബന്ധിച്ച് നമുക്കൊരു അറിവും അല്ലാഹു തന്നിട്ടില്ല. നമുക്കൊരു കാര്യം അറിയാം, ഇബ്ലീസിന്റെ സന്തതികളാണ് ഇന്ന് നിലവിലുള്ള ജിന്നുകൾ എന്ന് നമുക്കറിയാം. ഇബ്ലീസ് വിവാഹം കഴിച്ചിട്ടുണ്ടോ? അല്ലാഹു ആലം. അഥവാ വിവാഹം കഴിച്ചാൽ പെണ്ണിനെ തന്നെയാണോ വിവാഹം കഴിച്ചത്? നമുക്കറിയില്ല. മനുഷ്യൻ പ്രസവിക്കും പോലെ പ്രസവിക്കാറാണോ ജിന്നുകൾ? നമുക്കറിയില്ല. മനുഷ്യനെ പോലെ ആണും പെണ്ണും കല്യാണം കഴിച്ചിട്ടാണോ ജിന്നുകൾക്കുള്ള മക്കൾ സന്താനോൽപാദനം? നമുക്കറിയില്ല. പ്രത്യുൽപാദനത്തിന്റെ ഒരു രീതിയും അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതേ സമയത്ത് ദുരിയത്തു ഇബ്ലീസ്, ഇബ്ലീസിന് പ്രത്യുൽപാദനം ഉണ്ടെന്നുള്ള കാര്യം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമായ കാര്യവും ആണ്. അതേസമയത്ത് മനുഷ്യന്റെ പ്രത്യുൽപാദനത്തിന്റെ രീതി അത് അല്ലാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞിടത്ത് നിൽക്കുക. അവിടെ പിന്നെ നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ ഗവേഷണം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ചിലത് മുജ്മലായി അംഗീകരിക്കണം, ചിലത് മുഫസ്സലായി അംഗീകരിക്കണം. മുജ്മൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അംഗീകരിക്കണം, ചിലത് വിശദമായി അംഗീകരിക്കണം. മനുഷ്യ സമൂഹത്തിന്റെ പ്രത്യുൽപാദനത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ വിഷയങ്ങളും സാങ്കേതിക ശാസ്ത്രവും കൂടി താരതമ്യപ്പെടുത്തി നോക്കിയാൽ തികച്ചും മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രത്യുൽപാദനം അത് ഭൗതികമാണെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നിർമ്മിച്ചത് നാമാണ്. മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്. ഒന്നാമത്തെ കക്ഷിയായ ആദമിനെ നിർമ്മിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറ്റിയാണ് ചർച്ച. അല്ലാഹു തആലക്ക് മാത്രം അറിയാവുന്ന ചില രീതികൾ അത് അല്ലാഹു പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. വഖലഖ മിൻഹാ സൗജഹാ, ആ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടിയുടെ ഇണയെ നിർമ്മിച്ചു, ഹവ്വാനെ നിർമ്മിച്ചു. അല്ലാഹുവിനെ മാത്രം അറിയുന്ന ഒരു രീതി അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് നാം അത് അംഗീകരിച്ചു കൊടുക്കുന്നു. ആദമിന്റെ നിർമ്മാണം, ഹവ്വാന്റെ നിർമ്മാണം, അതിന്റെ അപ്പുറത്ത് നമുക്കതിനെ സംബന്ധിച്ച് അറിയില്ല. എന്തെങ്കിലും തരത്തിൽ സാങ്കേതിക ജ്ഞാനത്തിലൂടെ അറിവ് വികസിപ്പിച്ചെടുക്കാനും പറ്റുകയില്ല. അത് തികച്ചും ആലമുൽ അംറുമായി ബന്ധപ്പെട്ട, ആലമുൽ ഗൈബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കതിൽ ഇടപെടാൻ അവകാശമില്ല. തുടർന്നും കൂട്ട് പറഞ്ഞു, സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. ഇനി പ്രത്യുൽപാദനത്തെ പറ്റിയാണ് ചർച്ച. ഇതുവരെ പറഞ്ഞ വിഷയം ഉൽപ്പത്തിയെ പറ്റിയാണ്, അത് അഭൗതികമാണ്. ഇനി പ്രത്യുൽപാദനത്തെ പറ്റിയാണ് ചർച്ച. ثم خلقنا النطفة ثم جعلناه في نطفة في قرار مكين. നാം ആ മനുഷ്യനിൽ ശുക്ലത്തെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ ശുക്ലത്തെ ഉപയോഗിച്ചുകൊണ്ട് ബീജത്തെ പെണ്ണിന്റെ അണ്ഡാശയത്തിൽ നിർമ്മിച്ച അണ്ഡവുമായി നാം ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ആ നുത്ഫത്തിനെ ഗർഭാശയത്തിൽ നാം സുരക്ഷിതമായി എത്തിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ മ്യൂസിയത്തിൽ പോയാൽ കാണാൻ പറ്റുന്നത് ആരാണെന്നൊക്കെ. അതുകൊണ്ടാണ് നാം അതിനെ ഭൗതികം എന്ന് പറഞ്ഞത്, പ്രത്യുൽപാദനം. ഒരു 10-40 ദിവസമാകുമ്പോഴേക്ക് ഗർഭാശയത്തിൽ ആ മനുഷ്യ കുഞ്ഞിനെ നാം ഒരു ഭ്രൂണമാക്കി രൂപപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇത് തന്നെയാണ് ഭൗതിക ശാസ്ത്രത്തിൽ. ഒരു മെഡിക്കൽ കോളേജിലെ മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന 40 വയസ്സ് 40 ദിവസം പൂർത്തിയായ ഒരു ഭ്രൂണം.
വീണ്ടും ഒരു 10-40 ദിവസം കൊണ്ട് അതിനെ നാം മാംസപിണ്ഡമാക്കി രൂപപ്പെടുത്തുന്നു. ഫഖലഖിനൽ മുദ്ഗത ഇളാമാ, പിന്നീട് നാം ഗർഭാശയത്തിലെ മാംസപിണ്ഡത്തെ അസ്ഥികൂടമാക്കി രൂപപ്പെടുത്തുന്നു. ഫകസൗനൽ ഇളാമ ലഹ്മാ, വീണ്ടും ഒരു 10-40 ദിവസത്തിനുള്ളിൽ ആ അസ്ഥികൂടങ്ങളെ മാംസപേശികളെ കൊണ്ട് നാം പൊതിയുന്നു. സുമ്മ അൻശഇനാഹു ഖൽഖൻ ആഖർ, 4-ാമത്തെ മാസത്തോടെ ഗർഭാശയത്തിൽ നാം ഒരു മനുഷ്യക്കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, നിർമ്മിക്കാൻ യോഗ്യൻ അല്ലാഹു തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ. ഈ 4 മാസത്തെ ഈ വ്യത്യസ്ത ഘടകമാറ്റം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അയാളുടെ സയൻസ് അനുസരിച്ച് അയാൾ പറഞ്ഞു തരും, ആർക്കും തടസ്സമില്ല. അതുകൊണ്ടാണ് നാം അത് പറഞ്ഞത്. തികച്ചും പ്രത്യുൽപാദനം സാങ്കേതികത്വത്തിലാണ് അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ നടപടിക്രമം അസ്ബാബുകളെ, പദാർത്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വസ്തുതകളെ നിർമ്മിക്കുന്ന രീതിയിലാണ് അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. എന്നിട്ട് ഒരു നിശ്ചിത കാലഘട്ടം ഗർഭാശയത്തിൽ ആ മനുഷ്യനെ നാം വളർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ 9-10 മാസം പൂർത്തിയാകുമ്പോൾ ആ മനുഷ്യക്കുഞ്ഞിനെ ഞാൻ ഭൂമിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ഒരു മനുഷ്യന്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന രീതി. അതുകൊണ്ടാണ് നാം അതിനെ ഭൗതികം എന്ന് പറയുന്നത്. എന്നാൽ ഈ രീതിയിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മറിയം ബീബിന്റെ മകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെട്ടിട്ടില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണത്തിൽ ഇത്തരത്തിലൊരു പ്രൊസീജിയർ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നാം അല്ലാഹു തആല തികച്ചും അസ്ബാബുകളെ പരിഗണിക്കാതെ അവന്റെ ഖുദ്റത്ത് കൊണ്ട് നിർമ്മിച്ചു എന്ന് പറഞ്ഞത്. ഖുദ്റത്ത് കൊണ്ട് നിർമ്മിക്കുന്നതിന് അല്ലാഹുവിന്റെ പ്രൊസീജിയർ എന്താ? ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ ഖുദ്റത്തി സംവിധാനം. അല്ലാഹു ഒരു സൃഷ്ടിയെ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലാഹു തആല തയ്യാറാക്കിയാൽ അതിനെ നിർമ്മിക്കാൻ, അതിനെ ഉണ്ടാക്കാൻ, അതിനെ നടപ്പിൽ വരുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന്റെ സർവ്വസാധാരണ രീതി എന്താണ്? അതിനോട് പറയലാണ് കുൻ, നീ ഉണ്ടാക്, ഫയകുൻ, അപ്പോൾ അതുണ്ടാകും. അപ്പോൾ അല്ലാഹുവിന്റെ കലിമത്തു തക്വീൻ, സൃഷ്ടി നിർമ്മാണത്തിന് അല്ലാഹു ഉപയോഗിക്കുന്ന ഒരു വാചകം കലിമത്തു തക്വീൻ. ഈ കലിമത്താണ് കലിമത്തുൻ അൽഖാഹാ ഇലാ മറിയം. മറിയമിൽ നാം ആ കലിമത്തിനെ ഇട്ടു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വചനത്തെ ഇട്ടതുകൊണ്ട് മറിയമിന്റെ മോൻ ഈസ അള്ളാന്റെ മോനാണെന്ന് ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിച്ചത് കലിമത്തിന് അർത്ഥം മാറ്റി പറഞ്ഞിട്ടാണ്. അവിടെ കലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? കുൻ എന്ന വാക്കുപയോഗിച്ചിട്ടാണ് ഈസാ നബിയെ നിർമ്മിച്ചെന്നേ അർത്ഥമുള്ളൂ. അതിന് വലിയ പായാരാക്കാനൊന്നുമില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണത്തെ പായാരാക്കിയിട്ട് എന്തൊക്കെയോ ആക്കി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ അല്ലാഹു തആല അവൻ സാധാരണ രീതിയിൽ ഇല്ലായ്മയിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കുൻ എന്ന വാക്കാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചത്. അപ്പൊ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രത്യുൽപാദനത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ മനസ്സിലായി. ഈ രീതിയിൽ ഒരു വിശദീകരണം ജിന്ന് സമൂഹത്തെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനെ ഗർഭം ധരിക്കൽ തന്നെയാണോ, ഇനി വേറെ രീതിയിലാണോ ഉൽപാദനം? ചിലര് പറയുന്നു ഇബ്ലീസ് തന്നെ ആണും പെണ്ണും രണ്ടും കൂടിയുള്ളതാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. ആണും പെണ്ണും രണ്ടും മൂപ്പര് തന്നെയാണല്ലോ. അവരെ സുഖമായി കല്യാണമൊന്നും വേണ്ടല്ലോ, കാൽജാരി നോക്കി നടക്കുകയും ചെയ്യണ്ട. അങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. ഏതോ ഒരു താരീഖിന്റെ കിതാബില് അങ്ങനെ വിശദീകരിച്ചായിട്ട് കാണുന്നു. രണ്ടും മൂപ്പര് തന്നെയാണെന്ന്. മൂപ്പർക്ക് വേറെ വീടറില്ല. പക്ഷെ ഇബ്ലീസിന്റെ വീടറായിട്ട് വേറെ ആരെയും പരിചയപ്പെടുത്താൻ തെറ്റൊന്നുമില്ല. ചരിത്ര പ്രമാണങ്ങളിലൊന്നും കാണാൻ സാധിക്കുകയില്ല ഇബ്ലീസിന്റെ വീടറായിട്ട്. ആദം നബിക്ക് സുജൂദ് ചെയ്യുമ്പോൾ കക്ഷി ഒറ്റക്കാൻ, കൊച്ചിനെ സ്വർഗത്തുനിന്ന് പുറത്താക്കുമ്പോൾ കക്ഷി ഒറ്റക്കാൻ, ഭൂമിയിൽ ആദമോടൊപ്പം ഭൂമിയിലേക്ക് വന്നപ്പോഴും കക്ഷി ഒറ്റക്കാൻ, ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ ഖൗമിന് ജാറകൾ ഉണ്ടാക്കി കൊടുത്തതും കക്ഷി ഒറ്റക്കാൻ. ഒന്നിച്ച് വീടറോ മക്കളോ ഉള്ളതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് വിട്ടേക്ക്, നമുക്ക് ആവശ്യമില്ലാത്ത ചർച്ച. അഷ്റഫുൽഖൽഖ് 2 ഇൽമിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ഇൽമുൻ യൻഫഅ, മറ്റേത് ഇൽമുൻ ലാ യൻഫഅ. അല്ലാഹുവിന്റെ റസൂൽ എന്നും ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരമുള്ള അറിവ് പഠിപ്പിച്ചതാ അല്ലാഹ്. ആര് ചോദിച്ചാ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നത്. ഇതേ റസൂൽ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ,
അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അല്ലാ ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന്. ആരാ ദുആ ചെയ്യുന്നത്? റസൂലുള്ളാഹ്. രണ്ടിനും ഉപയോഗിച്ച വാക്ക് ഇൽമു എന്നാണ്. രണ്ടിനും ഉപയോഗിച്ച വാക്ക് ഇൽമു എന്നാണ്. അപ്പൊ ഇൽമു യൻഫഉ വ ഇൽമു ലാ യൻഫഉ. അതുകൊണ്ട് റസൂലുള്ളാഹ് കാവലിനെ തേടിയ ഇൽമിനും കൊണ്ട് നമ്മൾ കളിക്കണ്ട, അത് കുരുത്തക്കേടാണ്, നിബിധങ്ങളെക്കാൾ വലിയ ആളാണ്ട. റസൂലുള്ളാഹി തങ്ങൾ എന്നും കാവലിനെ തേടിക്കൊണ്ടിരിക്കുന്ന ഇൽമ് പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണ്ട എന്ന്, നമ്മൾ ചർച്ച ചെയ്യണ്ട എന്ന്. അത് അല്ലാഹുവിന്റെ റസൂല് കാവലിനെ തേടിയ ഇൽമാണ്, എനിക്ക് വേണ്ട. ഇത് നല്ല കാര്യം. അല്ലാഹുവിന്റെ റസൂല് കാവലിനെ തേടിയ ഇൽമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമില്ല. അതിന് ഇൽമ് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ആ ഇൽമല്ലേ, അത് ഖുർആനിലുള്ളതല്ലേ, അത് ഹദീസിലുള്ളതല്ലേ, അവനെ ഖൗമിന് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? വല്ലാഹി ഖൗമിന് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. എന്തുകൊണ്ടത് ഇൽമുൽ ലാ യൻഫ. റസൂലുള്ളാഹി തങ്ങൾ കാവലിനെ തേടിയ ഇൽമാണത്. ഉപകാരമില്ലാത്ത ഇൽമ്, ആഖിറത്തിൽ തുലാസിൽ തൂക്കം, ഒരു അണുമണി തൂക്കം ഉപകരിക്കാത്ത ഇൽമാണ്. ആ ഇൽമിനെ വിടേണ്ട ഇൽമാണ്. ഇൽമ് രണ്ട് തരമാണ്. അതുകൊണ്ട് ഉപകാരമുള്ള ഇൽമ്, മുഹക്കമാത്തായ ഇൽമിനെ പറ്റി മാത്രം ചർച്ച ചെയ്താൽ മതി, മുത്തശാബിഹത്തായ ഇൽമിനെ പറ്റി ചർച്ച ചെയ്യണ്ട. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വിശദീകരിച്ചു വരുമ്പോ ഇപ്പം വലിയ തലവേദനയാ. പണ്ടൊക്കെ ഇത് വിശദമായിട്ട് പറഞ്ഞാലും ഒന്നും വിഷയമല്ല. ഇപ്പൊ ഇതൊക്കെ വിശദമായിട്ട് പറയുമ്പോൾ കൂട്ടത്തിൽ പലർക്കും എന്നെ കണ്ട കിണ്ണം കട്ടോനെ പോലെ തോന്നുന്നുണ്ടോ? ഇത് എന്നെ പറ്റി പറഞ്ഞതായിരിക്കോ? ഇത് മറ്റോനെ പറ്റി പറഞ്ഞതായിരിക്കോ? ഇത് ഇന്നാളെ പറ്റി പറഞ്ഞതായിരിക്കോ? ഇതൊരു വലിയ മുസീബത്തായി ഇപ്പൊ അകത്തോട്ടിരിക്കുന്നത്. പണ്ട് ഈ മുസീബത്തൊന്നുമില്ല. ഇതിലൊക്കെ 5-10 കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-15 വർഷം മുമ്പ് വയത് പറഞ്ഞ, പൊന്നാനി തന്നെ 25 കൊല്ലം മുമ്പ് വയത് പറയുമ്പോഴൊക്കെ ഇത് വിശദമായിട്ട് പറഞ്ഞ കേസാ. പക്ഷെ ഇപ്പം പറയുമ്പോ ഒരു വിഷമം ആർക്കെങ്കിലും നമുക്ക് തോന്നിപ്പോകും. പണ്ടാരും തോന്നാനില്ല. കാരണം കക്ഷികളെ സംബന്ധിച്ച് വലിയ ചർച്ച ഒന്നും ഉമ്മത്തിനിടയിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതാണല്ലോ ലോകം. ബിസ്മില്ലാ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ ആർക്കും തോന്നണ്ടെന്നാ പറഞ്ഞു വരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ ആർക്കും വിഷമം തോന്നണ്ട. അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ കുമ്പളങ്ങ കട്ടവൻ കള്ളനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ട കുമ്പളങ്ങ കട്ടവനെക്കാളെ വളർന്നുകൊണ്ടൊന്ന് നോക്കിയിട്ടൊന്ന് ചിന്തിക്കൊന്നും ചെയ്യേണ്ട. വിട്ടേക്കിൻ. ഹൃദയം ശൈത്താന് കൊടുക്കാതെ വിട്ടേക്കിൻ. അപ്പൊ പിന്നെ എല്ലാം റാഹത്തായിക്കോളും. അങ്ങനെ ആർക്കും തോന്നണ്ട. അങ്ങനെ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. നാം അള്ളാഹുവിന്റെ പ്രബലന്മാരായ 3 സൃഷ്ടികളെ സംബന്ധിച്ച് പറഞ്ഞു വന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് മനുഷ്യൻ എന്ന സൃഷ്ടി എന്ന് വരുത്താനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് 2 അവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് അവന്റെ ആലമുൽ ഗൈബ്, ആലമുൽ അംറുമായി ബന്ധപ്പെട്ട അവസ്ഥ. മറ്റേത് ആലമുൽ ഷഹാദ, ആലമുൽ അസ്ബാബുമായി ബന്ധപ്പെട്ട അവസ്ഥ. മനുഷ്യന് 2 അവസ്ഥകളാണ്. ഒന്നാമത്തെ അവസ്ഥയെ പറ്റി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അപ്പോഴേ രണ്ടാമത്തെ അവസ്ഥ നമുക്ക് ഗ്രഹിക്കാൻ എളുപ്പമാവുകയുള്ളൂ. എന്താണ് മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ ഒന്നാമത്തെ അവസ്ഥ? അത് തികച്ചും അഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഇച്ചിരി ഒന്ന് വിശദീകരിക്കാം. തികച്ചും അഭൗതിക സമാവി ലോകം, വാനലോകം, ആകാശലോകം, ആലമുൽ അംർ, ആലമുൽ ഗൈബ്, അഭൗതിക ലോകം, പദാർത്ഥങ്ങളെ കൊണ്ട് വിശദമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത ലോകം. ആ ലോകവുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളാണ്. അതിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞ വിഷയം ശ്രദ്ധിക്കും. അല്ലാഹു മലക്കുകളുടെ ഒരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിൽ വെച്ച് അല്ലാഹു ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. എന്താണ് പ്രസ്താവന? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഓ മലക്കുകളെ, ഭൂമിയിലേക്ക് ഞാൻ പകരക്കാരെ നിയോഗിക്കാൻ പോകുകയാണ്. പകരക്കാരെ നിയോഗിക്കാൻ പോവുകയാണ്. ഖലീഫ പകരക്കാരെ നിയോഗിക്കാൻ പോകുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം. പകരക്കാര് എന്ന് പറയണമെങ്കിൽ നേരത്തെ വേറെ ആരോ ഉണ്ടായിരിക്കണം. അവർക്കായിരിക്കുമല്ലോ പകരം ഉണ്ടാവുക. അപ്പോൾ അതാരാണ്? തീർച്ചയായും അന്ന് ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ അള്ളാഹു ഡ്യൂട്ടി ഏൽപ്പിച്ചത് ജിന്നുവർഗത്തെ തന്നെയാണ്. പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും രേഖ അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ അള്ളാഹുവിന്റെ അവാമിറുകളെ പൂർത്തിയാക്കാനും അള്ളാന്റെ നവാഹികളെ ഒഴിവാക്കാനും ഇംതിസാലുൽ അവാമിരി വജ്തിനാബുൻ നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തിയാക്കാനും അള്ളാന്റെ നിരോധനങ്ങളെ ഒഴിവാക്കാനും ഇവിടെ ഏൽപ്പിച്ച ഒരു പ്രബല സൃഷ്ടി ജിന്നുകൾ തന്നെയാണ്. അവർ പൂർണ്ണമായി കൽപ്പനകളെ
പ്രാവർത്തികമാക്കുന്നതിന് പകരം അത് നിരസിക്കുകയും നിരോധനങ്ങളെ പ്രാവർത്തികമാക്കുകയും ചെയ്ത് ഭൂമിയെ മലീമസമാക്കിയപ്പോൾ മലക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നാമാവശേഷമാക്കിയാണ് അല്ലാഹു തആല ചെയ്തത്. ആ വംശനാശം സംഭവിച്ചു പോകാതിരിക്കാനും പിറകെ അവരെ കൊണ്ട് ചില ആവശ്യങ്ങൾ ഉള്ളതിനാലും അല്ലാഹു തആല ഒരു വ്യക്തിയെ ബാക്കിയാക്കുകയാണ്. ആ വ്യക്തിക്ക് അസാസീൽ എന്നാണ് ചരിത്രകാരന്മാരിട്ട പേര്. വ്യക്തിയാണ് പിന്നീട് മലക്കിന്റെ ലോകത്തുനിന്ന് ഇബ്ലീസായി രൂപപ്പെട്ടത്. ആ ഒരു വ്യക്തിയിൽ നിന്നാണ് പിന്നീടുള്ള ജിന്നുവർഗത്തിന്റെ പ്രത്യുൽപാദനം നടക്കുന്നത്. ഇതാണല്ലോ പ്രമാണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരക്കാരി എന്ന് പറയുമ്പോൾ ആർക്ക് പകരം? അതെ, ജിന്നുകൾക്ക് പകരം. ഈ രീതിയിൽ ഞാനൊരു പകരക്കാരെ ഉണ്ടാക്കാൻ പോകുകയാണെന്ന അള്ളാഹുവിന്റെ കൽപ്പന കേട്ടപ്പോൾ, പ്രസ്താവന കേട്ടപ്പോൾ മലക്കുകൾ അതിന് കൊടുത്ത മറുപടി അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, കലാപമുണ്ടാക്കുന്ന, രക്തച്ചൊരിച്ചലുണ്ടാക്കുന്ന ഒരു സമൂഹത്തെ നിയോഗിക്കുകയാണോ? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഞങ്ങൾ നീ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നവർ, നിനക്ക് സ്തുതി കീർത്തനങ്ങൾ പറയുന്നവർ, നിന്റെ സ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നവർ, ഞങ്ങൾ ആ രീതിയിൽ ഏകപക്ഷീയമായി നിന്നെ അനുസരിക്കുക മാത്രം ചെയ്യുന്നവർ. അല്ലാഹുവേ, ഈ കൂട്ടര് വേണോ? ഞങ്ങൾ എന്നെ പോരെ എന്ന് സാരാർത്ഥം. അപ്പൊ അല്ലാഹു തആല അതിന് കൊടുത്ത മറുപടി ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ. എന്റെ തീരുമാനം നിങ്ങളെ അറിയിച്ചതാണ്, നിങ്ങളോട് അഭിപ്രായം ചോദിച്ചതല്ല എന്ന്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വിഷയം, മലക്കുകൾക്ക് എങ്ങനെയാണ് അവർ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നവരാണെന്നറിഞ്ഞത്, അവർ കുഴപ്പക്കാരാണെന്നറിഞ്ഞത്. ഭൂമിയിലേക്ക് വരുന്ന പകരക്കാര് മോശക്കാരാണെന്ന് പറയാൻ അവർക്ക് കിട്ടിയ ജ്ഞാനം എന്താ? അവർ അദൃശ്യം അറിയുന്നവരാണോ? അവർ ഗൈബ് അറിയുന്നവരാണോ? വരാനിരിക്കുന്ന കാര്യം അറിയുന്നവരാണോ? അല്ല, അനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതാണ് അക്സറുൽ മുഫസ്സിരീൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അനുഭവം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജിന്നുവർഗത്തിന്റെ അനുഭവം. ആ നാശത്തിന്റെ സാക്ഷികളായത് അവരാണ്. അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് പറയാം, ഇനിയും അവരെ പോലത്തെ ആൾക്കാർ വേണോ? ഞങ്ങൾ പോരെ എന്ന് സാരാംശം. ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. ആ ഒന്നാം ഘട്ടം അവിടെ അവസാനിച്ചു. രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഭൂമിയിൽ നിന്നൊരു പിടി മണ്ണ് ശേഖരിക്കാൻ ആ മലക്കുകളുടെ മേലാളന്മാരെ തന്നെയാണ് അല്ലാഹു നിയോഗിച്ചത്. ഒരു പിടി മണ്ണ് ശേഖരിക്കുകയും അത് കുഴച്ച് മാവ് പരുവത്തിലാക്കുകയും അല്ലാഹു ഉദ്ദേശിച്ച അവന്റെ പ്ലാൻ അനുസരിച്ച് ഒരു രൂപനിർമ്മാണം നടത്തുകയും സുമ്മ സവ്വാഹു, ആ രൂപനിർമ്മാണത്തിൽ സന്തുലിതത്വം ഏർപ്പെടുത്തുകയും വനഫഖ ഫീഹി മിർ റൂഹിഹി, ആ രൂപത്തിന് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്തു വെച്ച റൂഹിനെ ആ രൂപവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തപ്പോൾ അല്ലാഹു ഉദ്ദേശിച്ച സൃഷ്ടിയുടെ തുടക്കക്കാരൻ നിർമ്മിക്കപ്പെട്ടു. ഞാൻ ഒറ്റ ശ്വാസത്തിലൊക്കെ പറഞ്ഞു തീർന്ന സമയം പോന്നായിട്ട്. ഇത്രയും സംഭവങ്ങൾ നടന്നത് ഭൂമിയിലാണോ ആകാശത്തിലാണോ? ഇനി നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ ഇത്രയും നടന്നത് ആകാശത്തിലാണോ അതോ ഭൂമിയിലാണോ? ഭൂമിയിലാണെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പൊന്നാനിയിലോ, അങ്ങനെ മഞ്ചേരിയിലോ, അമേരിക്കയിലോ, ബഗ്ദാദിലോ. വല്ലാഹി ഈ പറയപ്പെട്ട സംഭവങ്ങൾ ഒന്നും ഭൂമിയിൽ നടന്നതല്ല. കാരണം കക്ഷി ഭൂമിയിൽ എത്തിയിട്ടില്ല ഇതുവരെ, ആകാശത്തിലാണ്. പരിശുദ്ധ ഖുർആൻ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഇനി അല്ലാഹു തആല മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് മൂന്നാം ഘട്ടം? കക്ഷിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കക്ഷിക്ക് ആദം എന്ന് പേരിട്ടു. മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ കക്ഷിയെ ആകാശത്തിൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ ആദം എന്ന് നാമകരണം ചെയ്തു. അതേ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെയാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് ആദം വിദ്യാഭ്യാസമുള്ളവനാക്കുക എന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദമിന് അല്ലാഹു പദാർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ നൽകി.
അസ്ബാബുകളെ സംബന്ധിച്ചുള്ള ഇൽമാണ് നൽകുന്നത്, അഅ്മാലുകളെ സംബന്ധിച്ചുള്ള ഇൽമല്ല. ഇൽമ് രണ്ട് തരമാണ്. ഒന്ന് ഇൽമുൽ അസ്ബാബ്, രണ്ടാമത്തത് ഇൽമുൽ അഅ്മാൽ. അസ്ബാബുകളെ സംബന്ധിച്ചുള്ള അറിവ്, അഅ്മാലുകളെ സംബന്ധിച്ചുള്ള അറിവ്. അസ്ബാബുകൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്, അഅ്മാല് ആദർശം പൂർത്തിയാക്കാനുള്ളതാണ്. മലയാളം മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പറയുന്ന മലയാളം മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? എങ്കിലൊന്ന് മനസ്സിലാവണല്ലോ. ഒരു 1/2 കിലോമീറ്റർ ദൂരെയായി പോയി. ഈ കുന്തറാണ്ടൊന്നുകൂടി ഇല്ലെങ്കിൽ അടുത്ത് വന്നിരിക്കാമായിരുന്നു. മുമ്പോട്ട് അവിടെ തന്നെ ഇരിക്കും ഇപ്പൊ തൽക്കാലം. ഈ സ്റ്റേജ് അവിടെ ആക്കിയാൽ മതിയായിരുന്നു, ഇച്ചിരി അടുത്ത് കിട്ടും. അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഇൽമ് അഅ്മാലിന്റെ ഇൽമാണോ അതോ അസ്ബാബിന്റെ ഇൽമാണോ? ഞാൻ പറയുന്ന ചില അറബി വാക്കുകൾ അർത്ഥം പഠിച്ചു വെച്ചേക്കണം. കാരണം മിക്കവാറും അറബി വാക്കുകൾ മാത്രമായിരിക്കും ഉപയോഗിക്കുക, മലയാള വാക്ക് ഉപയോഗിക്കാൻ അത്ര ഫിറ്റായ വാക്കായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. അസ്ബാബിന്റെ ഇൽമാണോ അല്ലാഹു ആദമിനെ പഠിപ്പിക്കുന്നത് അതോ അഅ്മാലിന്റെ ഇൽമാണോ? വല്ലാഹി അസ്ബാബിന്റെ ഇൽമാണ്, പദാർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള ഇൽമാണ്. കാരണം അഅ്മാലിനെ പറ്റി പഠിപ്പിക്കാനായിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇതുവരെയും അല്ലാഹു ദീനുൽ ഇസ്ലാമിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ അല്ലാഹു ഇൻസാനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിനെ അല്ല. ഇസ്ലാമിനെ പഠിപ്പിക്കാൻ നേരത്തെ അതിനെ പറ്റിയുള്ള ചർച്ച നമുക്ക് നടത്താം. ഇപ്പോൾ ഇൻസാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് എന്താ? പദാർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്. ആദം എന്ന മനുഷ്യ സൃഷ്ടിയുടെയും അനുയായികളുടെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അസ്ബാബുകളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാഹു തആല ചെയ്തത്. അറിവ് പൂർത്തിയായതിന് ശേഷം അല്ലാഹു തആല മലക്കുകളുടെ 2ാം സമ്മേളനം വിളിച്ചുകൂട്ടി. ആദമിനെ ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചു. ആദമിന് പഠിപ്പിച്ചു കൊടുത്ത വസ്തുവകകൾ എന്താണോ അതും ആ സമ്മേളനത്തിൽ അല്ലാഹു പ്രദർശിപ്പിച്ചു. സുമ്മ അറളഹും അലൽ മലായിക. ആദമിനെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചതും ആദമ പഠിച്ചതുമായ അസ്ബാബുകളുടെ ഒരു സമൂഹത്തെ ആ സമ്മേളനത്തിൽ അല്ലാഹു പ്രദർശിപ്പിക്കുകയുണ്ടായി. അറള എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ വെക്കുക. നമ്മൾ പറയാറില്ലേ വിദ്യാഭ്യാസ പ്രദർശനം എന്നൊക്കെ? അത് തന്നെയാണ് നടന്നത്, എക്സിബിഷൻ. അറബിയിലും അറള് എന്നാ പറയാ, എക്സിബിഷൻ അല്ലേ? അറബിയിൽ എങ്ങനെയല്ലേ പറയാ? ആണ്. ഇപ്പൊ മലക്കുകൾക്കൊരു പുതിയ പരിചയക്കാരൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ സാമ്പിള്, ഒരു അത്ഭുത സൃഷ്ടി. മലക്കുകളുടെ പ്രകൃതത്തിന് യോജിച്ചതല്ലാത്ത വേറെ ഏതോ ഒരു പ്രകൃതം, അല്ലാഹു പുതുതായി നിർമ്മിച്ച സൃഷ്ടി. പണ്ട് മലക്കുകളോട് അഭിപ്രായം പറഞ്ഞ സൃഷ്ടി. കൗതുകമുണ്ട് മലക്കുകൾക്ക് ആദമിനെ കാണാൻ. ബഹുമാനപ്പെട്ട മലക്കുകള് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഉൾപ്പെടുത്തിക്കൊള്ള സമ്മേളനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആവശ്യപ്പെട്ടു, ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളെ പറ്റി ഒരു വിശദീകരണം തരാവോ? അംബിഊനി ബിഅസ്മാഇ ഹൗലാ. ഒരു വിശദീകരണം തരാൻ പറ്റുമോ എന്ന് മലക്കുകളോട്, ഈ വസ്തുക്കളെ പറ്റി, അസ്ബാബുകളെ പറ്റി. അപ്പൊ എന്താ മലക്കുകൾ പറഞ്ഞത്? ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. നീ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത, നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടില്ലാത്ത, നീ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടില്ലാത്ത ഈ വിഷയം ഞങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവേ പറയുക? ഞങ്ങളെ കൊണ്ട് പറ്റൂല, നീ പരിശുദ്ധനാ. അപ്പൊ അല്ലാഹു തആല കക്ഷിയെ വിളിക്കുന്നു, യാ ആദം അംബിഉഹും ബിഅസ്മാഇഹിം. ആദമേ, നിനക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുത്തേ. ഫലമ്മാ അംബഅഹും. മണിമണിയായി വിശദീകരിച്ചു കൊടുത്തു, മണിമണിയായി വിശദീകരിച്ചു കൊടുത്തു. അപ്പം മലക്കുകൾ അത്ഭുത ചിത്തരായി നിൽക്കുന്നു. ഏതാണടാ ഈ സാധനം? ഏതാണ് ഈ വ്യക്തി? ഒരത്ഭുത സൃഷ്ടിയാണല്ലോ, കാര്യം അത്ഭുതകരമാണല്ലോ. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അഭൗതിക കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് നടന്നത്, അതാണ് സംഭവിച്ചത്. മലക്കുകൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തിൽ മതിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ
മലക്കുകൾക്ക് ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഈ ആദമിനുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മതിപ്പ് ക്രിയാത്മകമാക്കാൻ നിർദ്ദേശിച്ചത് ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന്റെ മുമ്പിൽ തലകുനിക്കണം. ഫസജദൂ, എല്ലാവരും തലകുനിച്ചു. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. ഇത്രയും സംഭവങ്ങൾ നടന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ? ഇനിയും സംശയം ബാക്കിയുണ്ടോ? ഇനി സംശയം ബാക്കിയില്ലല്ലോ. തികച്ചും ആകാശത്തിലാണ്. കാരണം കക്ഷി ഇപ്പോഴും എഴുത്തിയിട്ടില്ല, ഭൂമിയിലെത്തിയിട്ടില്ല. ഇനി അഞ്ചാമത്തെ സംഭവം നടക്കുന്നത് വഖലഖ മിൻഹാ സൗജഹാ, ആദമിന് വേണ്ടി ഒരു ഇണയെ നിർമ്മിക്കുകയാണ്. ആ നിർമ്മാണത്തിന് ഉപയോഗിച്ച മെറ്റീരിയൽ എന്താണെന്ന് ഹദീസു ഷരീഫിലുണ്ട്. ഖുലിഖത്ത് മിൻ ളിലാഇ ഫഇന്നൽ മർഅത ഖുലിഖത്ത് മിൻ ളിലാഇ. ബുഖാരി മുസ്ലിം ഒത്തു നിവേദനം ചെയ്തിടത്തും വേറെ വേറെ നിവേദനം ചെയ്തിടത്തും ഈ വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുലിഖത്ത് മിൻ ളിലാഇ, വാരിയെല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന്. അതിന്റെ പ്രൊസീജിയേഴ്സ് അല്ലാഹു അഅലം. നമ്മളിതിനെ പറ്റി കൂടുതൽ ഗവേഷണം ചെയ്യാൻ മെനക്കെടണ്ട. വാരിയെല്ലാം കൊണ്ടുപോയിട്ട് ലാബിൽ കൊണ്ടുപോയിട്ട് അതിന്റെ കണ്ടൻസ് പരിശോധിച്ചിട്ട് ഹവ്വ ഇങ്ങനെയാണ്, ആദം ഇങ്ങനെയാണ്, മണ്ണ് പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ്, മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ്. ഈ കുന്ത്രാണ്ടം ഇൽമിനൊന്നും നിൽക്കണ്ട. അല്ലാഹ് പറഞ്ഞാടത്തങ്ങ് നിന്നാ മതി. അള്ളാഹു പറഞ്ഞത് അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ മതി. ആമന്നാ വസല്ലംനാ വസദ്ദഖ്നാ, തീർന്നു. ഞങ്ങൾ അംഗീകരിച്ചു അല്ലാഹുവേ നീ ഈ പറഞ്ഞത്, ഞങ്ങൾ സത്യമാക്കി അല്ലാഹുവേ നീ ഈ പറഞ്ഞത്, ഞങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു അല്ലാഹുവേ നീ പറഞ്ഞത്. തീർന്നല്ലോ. അതല്ല ഒരു അബുദിന് ജോലിയുള്ളൂ മഹ്മൂദിന്റെ മുമ്പിൽ, ഒരടിമക്കുടമയുടെ മുമ്പിൽ അത്രയല്ലേ ജോലിയുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ശരീരത്തിൽ നിന്നെടുത്തൊരു അവയവം ഉപയോഗിച്ച് ഹവ്വാനെ നിർമ്മിച്ചു. ഹവ്വാന്ന് പേരിട്ടു കക്ഷിക്ക് ബാപ്പയും മകളുമല്ല, ഭാര്യയും ഭർത്താവുമാണെന്ന് ഖുർആന്റെ വാചകം കൊണ്ട് മനസ്സിലാകുന്നു. ആദമ ബാപ്പയും ഹവ്വ മകളും എന്നർത്ഥത്തിലല്ല, ആദമ ഭർത്താവും ഹവ്വ ഭാര്യയും എന്നർത്ഥത്തിൽ ഉപയോഗിച്ച വാക്ക് തന്നെ എന്താണ്? വഖലഖ മിൻഹാ സൗജഹാ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വിവാഹം കഴിഞ്ഞു, കുടുംബമായി. അടുത്തതിന് കുടുംബജീവിതം പഠിപ്പിക്കലാണ്. കുടുംബജീവിതം ഭദ്രമാക്കാനുള്ള പ്രാഥമിക പരിശീലനം, തർബിയ. ആകാശലോകത്ത് വെച്ചത് നടക്കൂല, മലക്കുകളുടെ സാന്നിധ്യത്തിൽ നടക്കൂല. കാരണം ഇൻസാന്റെ പ്രകൃതം വേറെയാണ്, മലായിക്കിന്റെ പ്രകൃതം വേറെയാണ്. അത് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു പ്രവാചകനായി മലക്കിനെ നിയോഗിച്ചില്ല എന്ന് പറഞ്ഞിടത്ത്, ഒരു മലക്കിനെ എന്തുകൊണ്ട് ഒരു പ്രവാചകനെ അയച്ചില്ല എന്ന് ഖുറൈശികൾ ചോദിച്ചപ്പോൾ അതിന് അള്ളാഹു വിശദീകരിച്ചിടത്ത് ആദം മനുഷ്യന്റെ പ്രകൃതവും മലക്കിന്റെ പ്രകൃതവും വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതം വെച്ചുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിലുള്ള കൂട്ടുജീവിതം ശരിയാകുകയില്ല. അല്ലാഹു തആല ഭാര്യ ഭർത്താക്കന്മാർക്ക് ജീവിതത്തിന്റെ പരിശീലനം നൽകാൻ വരാനിരിക്കുന്ന സമയങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേർ. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട പ്രാഥമിക പരിശീലനം നൽകാൻ അവരെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് താമസം മാറ്റി. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഇപ്പോഴും കക്ഷരെത്തിയിട്ടില്ല, ഭൂമിയിലെത്തിയിട്ടില്ല. സ്വർഗം അവർക്ക് നൽകിയത് സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായിട്ടാണോ? അല്ല. എന്തുകൊണ്ട്? അമാലുകളെ പറ്റിയുള്ള ചർച്ച തുടങ്ങിയിട്ടില്ല. അമാലുകളെ പറ്റി ചർച്ച തുടങ്ങാണ്ടെങ്കിൽ അമലിന്റെ പ്രതിഫലമായിട്ട് സ്വർഗം കൊടുക്കുക. ഇവിടെ അസ്ബാബിന്റെ ചർച്ചയല്ലേ തുടങ്ങിയിട്ടുള്ളൂ, അമാലിന്റെ ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അമാലുകൾ സൽക്കർമ്മം ചെയ്തതിന് പ്രതിഫലമായിട്ടാണ് സ്വർഗം കൊടുത്തത്, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊക്കെ നമ്മൾ നമ്മളെ വകയായിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഇടപെടലുകളെ പറ്റി നാം നമ്മുടെ വക അഭിപ്രായം പറഞ്ഞ് വളരെ സൂക്ഷിക്കണം. നമ്മളെ വക അഭിപ്രായം പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്നിക്കും നമ്മുടെ ഈമാൻ സസ്പെൻഡ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഡിസ്മിസ് ചെയ്യപ്പെടും, ചുരുങ്ങിയ പക്ഷം ഈമാന് ഡാമേജ് സംഭവിക്കും. മൂന്നിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മോമിനിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചിട്ട് വേണം. വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ മതി നമ്മുടെ ഈമാൻ ദുർബലമാകാൻ, നമ്മുടെ ഈമാൻ പിരിച്ചുവിടാൻ, നമ്മുടെ തൗഹീദ് സസ്പെൻഡ് ചെയ്യാൻ, തൗഹീദ് ഡിസ്മിസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കേവലം വാക്ക് മതി.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ വാക്കുകളെയും ഇടപെടലുകളെയും 3 മർത്തബകളാക്കി തിരിച്ചിട്ടുണ്ട്, 3 കാറ്റഗറികളാക്കി തിരിച്ചിട്ടുണ്ട്. 1 മുസ്ലിമിന്റെ ഇടപെടൽ, 2 മുഅ്മിനിന്റെ ഇടപെടൽ, 3 മുഹ്സിനിന്റെ ഇടപെടൽ. മുസ്ലിം എന്നത് അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയിലെ പ്രാഥമികക്കാരാണ്, പ്രൈമറി സ്റ്റേജുകാരാണ്. മുസ്ലിം തുടക്കക്കാരനാണ്. ഒരാള് മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് തുടക്കക്കാരാകുക, 1-ാം ക്ലാസ്സിലെത്തുക. ഇതാണ് മുസ്ലിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാലോ LP സ്കൂളിന്റെ അവസ്ഥ. 1, 2, 3, 4 ക്ലാസ്സുകളിൽ പിള്ളേർ എന്ത് കുറ്റക്കേട് കളിച്ചാലും ടീച്ചർ എന്താ ചെയ്യാ? സാരയില്ലാന്ന് പറയും, അതോ ചൂറിലുണ്ടടിക്കോ? ഈ 5 വയസ്സുള്ള പിള്ളേർ, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ അധ്യാപകൻ ക്രൂരമായി ശിക്ഷിക്കോ? അവൻ എന്തെല്ലാം കുറ്റക്കേട് കളിക്കും? ചിരിച്ച് കളിച്ച് രസമായിട്ട് മുന്നോട്ട് പോകും. അതെ, ഒരു മുസ്ലിമിനോട് ദുനിയാവിൽ അള്ളാഹു അങ്ങനെയാണ് പെരുമാറുക. ഒരു മുസ്ലിമിനോട് അള്ളാഹു ആ പ്രൈമറി സ്റ്റേജ് അനുസരിച്ചാണ് പെരുമാറുക. അതുകൊണ്ട് അവന്റെ വാചകത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ, അള്ളാഹുവിന്റെ ആധിപത്യത്തിനെതിരായുള്ള വാക്കുകൾ വന്നുപോയാൽ തന്നെ അള്ളാഹ് അത് വലിയ പ്രശ്നമായി കാണുകയില്ല. നിങ്ങൾക്ക് സാദാ സീതാ ഉദാഹരണം പറഞ്ഞുതരാം. മനസ്സിലാകാതെ വന്നാൽ വലിയ പ്രശ്നമായിരിക്കും. അങ്ങനെ കുറെ ഉണ്ട്. ചില മന്ദബുദ്ധികൾ നമ്മുടെ പിറകെ നടക്കും. നമ്മുടെ വാക്കുകൾ എടുത്ത് വെച്ചിട്ട് തലയും വാലും വെട്ടിയിട്ട് ആ വാക്ക് മാത്രം വെച്ചിട്ട് സാധാരണക്കാരായ സമൂഹത്തിന്റെ മനസ്സകത്ത് പിരാന്തുണ്ടാക്കാൻ വയ്ക്കേണ്ട കുറെ മന്ദബുദ്ധികൾ ഇങ്ങനെ പിറകെ നടക്കും. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കൂടുതൽ കാണുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഹർത്താല് ദിവസം നമുക്ക് എമർജൻസി തൊട്ടടുത്ത ടൗണിൽ കുറ്റിപ്പുറത്തെത്തണം. എമർജൻസി കുറ്റിപ്പുറത്തെത്തണം. റോട്ടിലിറങ്ങി നിന്നു, ഒരു വണ്ടിയും ഇല്ല. പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വന്നു. ഇയാള് കൈനീട്ടിയപ്പോൾ ഓട്ടോറിക്ഷ നിർത്തി. അയാൾ ഓട്ടോറിക്ഷയിൽ കയറി കുറ്റിപ്പുറത്തെത്തി. കുറ്റിപ്പുറത്ത് ഇദ്ദേഹത്തിനെ കാത്തിരിക്കുന്നവര് ചോദിച്ചു, നീ എങ്ങനെയാണ് വന്നത് എന്ന്. ഇയാള് പറഞ്ഞു, എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി യാദൃച്ഛികമായി. അത് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കുറ്റിപ്പുറത്തെത്താൻ പറ്റുമായിരുന്നില്ല. ഒരു സാദാ സീതാ മുസ്ലിമാണ് ഇത് പറഞ്ഞതെങ്കിൽ അല്ലാഹു തആല അവനെ വെറുതെ വിട്ടെന്ന് വരും. പക്ഷെ ഒരു മുഅ്മിനാണ് പറഞ്ഞതെങ്കിൽ അല്ലാഹു വിടുകയില്ല. ഒരു മുഹ്സിനാണ് പറഞ്ഞതെങ്കിൽ തീരെ വിടുന്ന പ്രശ്നമില്ല. അതാണ് സംഭവം. എന്തുകൊണ്ടൊരു മുസ്ലിം അവൻ പ്രൈമറി സ്റ്റേജിലാണ്, മുഅ്മിൻ സെക്കൻഡറി സ്റ്റേജിലാണ്, മുഹ്സിൻ ഫൈനൽ സ്റ്റേജിലാണ്. അള്ളാന്റെ ദീൻ മനുഷ്യരുടെ മേൽ അള്ളാഹ് നടപ്പിലാക്കുന്നത് 3 കാറ്റഗറികളിലാണ്. അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. 1-ാമത്തെ കാറ്റഗറി ഇസ്ലാമാണ്. അത് തുടക്കക്കാർക്കുള്ളതാണ്. അതിൽ നിന്ന് പുരോഗതി പ്രാപിച്ച് കയറി വരണം ഈമാനിലേക്ക്. അതതിന്റെ സെക്കൻഡറി സ്റ്റേജാണ്. അതിൽ നിന്നും പുരോഗതി പ്രാപിച്ച് കയറി വരണം ഇഹ്സാനിലേക്ക്. അതതിന്റെ ഫൈനൽ സ്റ്റേജാണ്. ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഒത്തൊരുമിച്ചൊരു മജ്ലിസിൽ ഇരിക്കവേ പരിചയമില്ലാത്ത ഒരാള് കടന്നു വന്നു. അഷ്റഫുൽ ഖൽഖിന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് പറഞ്ഞതാ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം വിശദീകരിച്ചു കൊടുത്തു. അർക്കാനുൽ ഇസ്ലാമി ഖംസ, 5 കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഉടൻ തന്നെ ഈ വന്ന ആൾ എന്ന് പറഞ്ഞു, സദഖത യാ മുഹമ്മദ്, മുഹമ്മദ് പറഞ്ഞത് ശരി ഉത്തരമാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾക്ക് അത്ഭുതം, ഇയാളെ പഠിക്കാൻ വന്നതാണോ പഠിപ്പിക്കാൻ വന്നതാണോ? പഠിക്കാൻ വന്നാണെങ്കിൽ ഉത്തരം കിട്ടിയാൽ പോയാൽ പിന്നെ അത് സത്യമാണ്, അത് ശരിയാണ് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്ന ആളെക്കാൾ വലിയ ആളാണ് ഈ പഠിക്കാൻ വന്നാണെന്നല്ലേ മനസ്സിലാകുന്നത്. ഉടൻ തന്നെ 2-ാമത്തെ ചോദ്യം, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് പഠിപ്പിച്ചതാ മുഹമ്മദ്. റസൂലുള്ളാഹി തങ്ങൾ അർക്കാനുൽ ഈമാൻ 6 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് അംഗീകരിച്ചു കൊടുത്തു. 3-ാമത്തെ ചോദ്യം, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞതാ മുഹമ്മദ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൻ തഅബുദല്ലാഹ
കഅന്നക തറാഹു ഇല്ലം തകും തറാഹു ഫഇന്നഹു യറാക. ഇത് ഇഹ്സാൻ. സംഗതി അതിനുശേഷം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായി. അതിന് ഉത്തരവും പറഞ്ഞു കൊടുത്തു, ചിലതിന് പറഞ്ഞു കൊടുത്തില്ല. സദസ് പിരിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ദിവസം ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ, അന്നാ വന്ന ആളാരെന്നറിയുമോ ഉമറേ നിനക്ക്? അല്ലാഹു റസൂലുഹു അലം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതാകും ജിബ്രീൽ ലിയുഅല്ലിമകും ദീനകും. നിങ്ങൾക്ക് ജിബ്രീൽ വന്നതാണ് നിങ്ങളെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. ഞാൻ വേറെ വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു പോയി. സഹാബാക്കൾക്ക് ആർക്കും മനസ്സിലായില്ല അതൊരു സാധാരണ ഏതോ ഒരു മനുഷ്യനാണ് എന്ന് ധരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു, റജുലുൻ അശദ്ദു ബയാലി സിയാബ് വഅശദ്ദു സവാദി ശഅർ. കറുകറുത്ത മുടിയുള്ള വെളുത്ത വസ്ത്രം ധരിച്ച ഒരാള് എന്നാണ് ഉമർ റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നുവെച്ചാൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് എന്ത് മനസ്സിലായില്ല? അത് ജിബ്രീലാണെന്ന് മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ ഒപ്പിച്ചേനെ ഒരു വിസ ഒന്ന് പൊരുത്തം. തങ്ങള് പിന്നെ മുസാഫയായി, പിന്നെ പണ്ടാരം നിറക്കലായി, പിന്നെ ബക്കറ്റ് വിരിവായി. അല്ലാഹു കാത്തു. ഇത് സഹാബാക്കളും റസൂലുള്ളാഹി തങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ രീതിയിൽ തന്നെ വിഷയം കൈകാര്യം ചെയ്തു. സഹാബാക്കളും ആ വിഷയം കൈകാര്യം അങ്ങനെ ചെയ്തു. പിന്നെ അതിന്റെ അപ്പുറത്തൊരു ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിലല്ലേ വിഷയത്തെ വേറെ വഴിക്കൊക്കെ ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതില്ലല്ലോ. ദീൻ പഠിപ്പിക്കലേ ലക്ഷ്യമുള്ളൂ. ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്? ഉമർ, ആ വന്നത് ജിബ്രീലായിരുന്നു. ലിയുഅല്ലിമകും, നിങ്ങളെ പഠിപ്പിക്കാൻ, ദീനക്കും, നിങ്ങളെ ദീനിനെ. അപ്പൊ ദീൻ എന്താണ്? അദ്ദീൻ. ആ ഹദീസ് വെച്ചുകൊണ്ടാണ് ഉലമാക്കൾ ഈ മസ്അല ഇസ്തിംബാത്ത് ചെയ്തെടുത്തത്. അദ്ദീനു അലാ സലാസത്തി മറാത്തിബ. ദീൻ 3 കാറ്റഗറികളിലാണ്. ഒന്നാമത്തേത് ഇസ്ലാം, രണ്ടാമത്തേത് ഈമാൻ, മൂന്നാമത്തേത് ഇഹ്സാൻ. ഇസ്ലാം എന്നത് സാദാസീതക്കാർക്കുള്ളതാണ്. ഈമാൻ അതിനും കുറച്ച് പുരോഗതിയാണ്. ഇഹ്സാൻ അതിനും പുരോഗതിയാണ്. 1,00,000 മുസ്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് കടഞ്ഞെടുത്താൽ 1000 മുഅ്മിനീങ്ങളെ കിട്ടും. 1000 മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കടഞ്ഞെടുത്താൽ ഏറി വന്നാൽ ഒരു 10 മുഹ്സിനീങ്ങളെ കിട്ടും. ആ 10 മുഹ്സിനീങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുക. അത്രയുള്ള കാര്യം. കറുത്ത കാളയുടെ ശരീരത്തിൽ എത്ര വെളുത്ത രോമമുണ്ടോ അത്രയും ശതമാനം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ. സ്വർഗത്തിലേക്ക് വന്ന പാർട്ടി. ഇവിടെ നാം പറഞ്ഞു വന്ന വിഷയത്തിന്റെ പൊരുൾ എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ അന്താദിന്റെ തഫ്സീർ പറഞ്ഞപ്പോൾ, ഫലാ തജ്അലൂ ലില്ലാഹി അന്താദാ ഇത്തഖദൂ മിൻ ദൂനില്ലാഹി അന്താദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിന്റെ അവതാരങ്ങളെ സംബന്ധിച്ച്, അല്ലാഹുക്ക് പകരക്കാരെ നിർമ്മിക്കുന്നവരെ സംബന്ധിച്ച്, അല്ലാഹുക്ക് നിദ്ദുകൾ ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ വുജൂദിലുള്ള പകരക്കാർ, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള പകരക്കാർ, അല്ലാഹുവിന്റെ റുബൂബിയത്തിലുള്ള പകരക്കാർ, അല്ലാഹുവിന്റെ അസ്മാകളിലുള്ള പകരക്കാർ, അല്ലാഹുവിന്റെ സിഫാത്തുകളിലുള്ള പകരക്കാർ, അന്താദുകൾ. അത് ബീവിയാവാം, ബാവയാവാം, ഷെയ്ഖാവാം, വലിയാവാം, ജിന്നാകാം, മലക്കാവാം, നബിയാവാം, റസൂലാവാം, ഭഗവാനാകാം, ഭഗവതിയാവാം, ദേവനാവാം, ദേവിയാവാം. ഈ അന്താദുകൾ അല്ലാഹു തആലക്ക് മനുഷ്യൻ സമർപ്പിക്കുന്ന കെട്ടുകെട്ടുത്ത ആരോപണം അല്ലാഹുക്ക് അവതാരന്മാരുണ്ട് എന്നതാണ്. അവതാര സങ്കല്പം, ഹുലൂലുവാദം. ലോകചരിത്രത്തിൽ ആദ്യമായി തരീഖത്തുണ്ടായത് അവതാര സങ്കല്പത്തിലാണ്. ലോകചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം ആദ്യമായി ഉണ്ടായ തരീഖത്ത് അലി തരീഖത്താണ്. അലി റളിയല്ലാഹു അൻഹുവിൽ അല്ലാഹു ഇറങ്ങുന്നുണ്ടെന്നും അലി അല്ലാഹുവിന്റെ അവതാരമാണ് അലി എന്നും, മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവതാരം മാറി വന്നത് അലിയിലേക്കാണെന്നും, ഹാശിം കുടുംബത്തിൽ അല്ലാത്തത് കൊണ്ട് അബൂബക്കറിന് കിട്ടൂല,
അബൂബക്കർ അദീ ഗോത്രത്തിലുള്ള ആളാണ്. ഉമർ തൈം ഗോത്രത്തിലുള്ള ആളാണ്. ഉസ്മാൻ ഉമയ്യ ഗോത്രത്തിലുള്ള ആളാണ്. അലി ഹാഷിം കുടുംബത്തിലുള്ള ആളാണ്. മുഹമ്മദിൽ നിന്ന് പാരമ്പര്യമായി കിട്ടേണ്ടതാണ് അവതാരവാദം, അത് അലിയിനാണ് കിട്ടേണ്ടത് എന്നും പറഞ്ഞ് അലിയിന്റെ പേരിൽ ലോകചരിത്രത്തിലെ ആദ്യത്തെ തരീഖത്ത് നിലവിൽ വന്നു. ആ തരീഖത്തിന് കളമുറക്കി കൊടുത്തത് ജൂതന്റെ ഏജന്റായ അബ്ദുല്ലാഹിബിനു സബ ആണ്. അപ്പൊ അബ്ദുല്ലാഹിബിനു സബയിനെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കൊല്ലാൻ ചരിത്രത്തിലെ ആദ്യത്തെ 2 സംഭവങ്ങൾ നിലവിൽ വന്നു. ഒന്ന്, അലി റളിയല്ലാഹു തആല അൻഹു മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഖബർ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരമാക്കാൻ. 2, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ റിസാലത്തിന് പകരമാക്കാൻ നായിബുൻ നുബുവത്ത് എന്ന നിലയ്ക്ക് തരീഖത്തിന്റെ ശൈഖുകൾ നിലവിൽ വന്നു. ഇത് രണ്ടും ജൂതന്റെ ഏജന്റായ അബ്ദുല്ലാഹിബ്നു സബ തുടങ്ങി വെച്ചതാണ് ഇസ്ലാമിനെ കൊല്ലാൻ. ഇന്നും അത് അങ്ങനെ തന്നെ തുടരുന്നു. വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് പിറകെ അവസരം കിട്ടിയെങ്കിൽ. ഈ അവതാരവാദത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല വളരെ ശക്തിയുക്തം എതിർത്തിട്ട് പറഞ്ഞു, ഒരാളെ വീട്ടിൽ കള്ളം കയറി, ഒരു നാട്ടിൽ മുഴുവനും കള്ളം കയറി, ഒരാളെ വീട്ടിൽ മാത്രം കള്ളം കയറിയില്ല. കൂട്ടുകാര് അയാളോട് ചോദിച്ചു, എന്തേ നിന്റെ വീട്ടിൽ കള്ളം കയറിയില്ല, ബാക്കിയുള്ള വീട്ടിലൊക്കെ കള്ളം കയറിയല്ലോ. അപ്പൊ അയാള് പറഞ്ഞു, ലൗലാ കുലൈബത്തു ഹാദാ ലയഅതീനൽ നുസൂസ്. ഈ പട്ടിക്കുട്ടിയെ കണ്ടില്ലേ നീ? ഈ പട്ടിക്കുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ പുരക്കും കള്ളം കയറട്ടെയായിരുന്നു. ഇവിടെ ഉപയോഗിച്ച വാക്കെന്താണ്? ഈ കള്ളം കയറലുമായി പട്ടിക്കുട്ടിക്ക് എന്താണ് ബന്ധം? ഇവിടെയാണ് നാം കാറ്റഗറി തിരിച്ചത്. ഒരു സാധാ സീതാ മുസ്ലിം ആ പട്ടിയുള്ളത് കൊണ്ടായിരിക്കാം കള്ളം കയറാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അള്ളാഹു അത് പരിഗണിച്ചെന്ന് വരൂല. എന്തുകൊണ്ട്? LP സ്കൂളിൽ പഠിക്കുന്നവനായതുകൊണ്ട്. മറിച്ചൊരു മൂമിനാണ് പറഞ്ഞതെങ്കിൽ ചുരുങ്ങിയ പക്ഷം അവന്റെ തൗഹീദിന്റെ ഡാമേജ് സംഭവിക്കും. കാരണം എന്താണ്? ഇവൻ ഇസ്ലാമിൽ നിന്ന് ഈമാനിലേക്ക് പുരോഗതി പ്രാപിച്ചവനാ. ഒരു മുഅ്മിനായവന്റെ നാക്കിൽ അങ്ങനെ ഒരു വാക്ക് വരാൻ പാടില്ല. അവന്റെ ഈമാനിനത് ഡാമേജ് ഉണ്ടാക്കും. ഡാമേജ് കൂടുമ്പോൾ ഈമാൻ സസ്പെൻഷനിലാകും, ചിലപ്പോൾ ഡിസ്പെൻഷനിലാകും. ഇത് മുഴുവനും മുഅ്മിന് ബുദ്ധിമുട്ടായിരിക്കും. സംഗതി എന്താ? ആ പട്ടിക്കുട്ടി ഉള്ളത് കൊണ്ടാണ് കള്ളം കയറാത്തെന്നുള്ള പറച്ചില. നമ്മൾ ഇത് ചിലപ്പോ ഇങ്ങനെ വ്യാഖ്യാനിച്ചേക്കും, ഓ പട്ടിക്കുട്ടി സാധാരണ എന്താ വലിയ കാര്യമാക്കേണ്ടതുണ്ടോ? പട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക സൃഷ്ടിയല്ലേ. പട്ടി കുരക്കും, കുരകേട്ട കള്ളന് ഓടും, അതിൽ കവിഞ്ഞ് വേറെന്താ? അതിപ്പോ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇബ്നു അബ്ബാസിനോട് പറയലാ നല്ലത്. എങ്ങനെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉദാഹരണത്തിന് മറുപടി ഇബ്നു അബ്ബാസിനോട് പറയാന്നല്ലാതെ നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത്തഖദു മിൻ ദൂനില്ലാഹി അംദാദാ, അല്ലാഹനെ കൂടാതെ അവതാരങ്ങളെ ഉണ്ടാക്കുന്നവൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും കട്ടിയുള്ള ആരോപണം അവതാരവാദമാണ്. ശൈത്താൻ ഒരു മുഅ്മിനിന്റെ ഈമാനിൽ കളങ്കമുണ്ടാക്കുന്നത് 5 തസ്തികകൾ വെച്ചുകൊണ്ടാണ്. അതിൽ ഒന്നാമത്തെ തസ്തിക നിദ്ദൻ, അവതാര സങ്കല്പം ഉണ്ടാക്കുക, അള്ളാഹ്ക്ക് പകരക്കാരാണെന്ന് പറയുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ അവതാരമാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുക, യാ റസൂലല്ലാഹ്, കൈവ പൈസ ഇല്ല തങ്ങളെ, രോഗം മാറ്റിത്താ തങ്ങളെ, കുട്ടിനെ നന്നാക്കിത്താ തങ്ങളെ, എന്റെ വീടുണ്ടാക്കിത്താ തങ്ങളെ, എനിക്ക് കച്ചവടത്തിൽ ലാഭന്താ തങ്ങളെ. ഈ രീതിയിലുള്ള അവതാരവാദികൾ മുസ്ലിമീങ്ങൾ വളരെ കുറച്ചായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്തായി ഹറൂരി ഷിഈയത്ത്, അശ്ശീഇയ്യത്തുൽ ഹറൂരിയ, ഹറൂരി ഷിയാക്കൾ കേരളത്തിൽ ഒരു 10, 15, 20 കൊല്ലത്തിനുള്ളിൽ ശക്തി പ്രാപിച്ചപ്പോൾ ഇത്തരം അവതാരവാദങ്ങൾ വളരെ ശക്തമായി കേരളത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അവതാരവാദ സങ്കല്പത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഹറൂരി ഷിയാക്കളാണ്. അശ്ശീഇയ്യത്തുൽ ഹറൂരിയ, തീവ്രവാദികളായ ഷിയാക്കൾ. അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നതിലോ തവസ്സുൽ ഇസ്തിഗാസയിലോ ഒതുങ്ങി നിൽക്കുകയില്ല. അള്ളാഹ്ക്ക് പകരക്കാരെ കാണുന്നതിലേ അവർ ഒതുക്കുകയുള്ളൂ. ഇത് ശൈത്താൻ സമൂഹത്തിന്റെ
തൗഹീദ് ഡിസ്മിസ് ചെയ്യപ്പെടാനോ സസ്പെൻഡ് ചെയ്യപ്പെടാനോ ശൈത്താന്റെ പരിശ്രമത്തിലെ കടുകട്ടിയുള്ള ഒന്നാമത്തെ പരിശ്രമമാണ് നിദ്ദൻ. രണ്ടാമത്തെ തസ്തിക ശരീകൻ, മൂന്നാമത്തെ തസ്തിക ലഹീറൻ, നാലാമത്തെ തസ്തിക ഷഫീഅൻ, അഞ്ചാമത്തെ തസ്തിക വസീലൻ. അല്ലാഹു അല്ലാത്ത ബീവി അല്ലെങ്കിൽ ബാവ, അല്ലാഹു അല്ലാത്ത ശൈഖ് അല്ലെങ്കിൽ വലിയ, അല്ലാഹു അല്ലാത്ത ജിന്ന് അല്ലെങ്കിൽ മലക്ക്, അല്ലാഹു അല്ലാത്ത ഒരു നബി അല്ലെങ്കിൽ ഒരു റസൂൽ. ഈ പറയപ്പെട്ടവരിൽ നിന്ന് ആരെയെങ്കിലും ശൈത്താൻ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഒന്നിക്കിൽ നിദ്ദൻ, അള്ളാന്റെ അവതാരമായിട്ടായിരിക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. ഏറ്റവും അപകടം പിടിച്ചത്, ഒട്ടും കുറവില്ലാത്ത അപകടം രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ അവതാരത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക മേൽപ്പറയപ്പെട്ട വ്യക്തികളിൽ നിന്ന് ശരീക്കൻ, പാർട്ട്ണർമാരെ ഉണ്ടാക്കി കൊടുക്കുക. എന്താണ് നിദ്ദും ശരീക്കും നമ്മൾ വ്യത്യാസം? നിദ്ദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അള്ളാന്റെ പകരക്കാരൻ. ശരീക്കോ പൂർണ്ണമായും അള്ളാന്റെ പകരക്കാരായിരിക്കുകയില്ല. അള്ളാഹുവാണല്ല, ചില കാര്യത്തിൽ ഇവർക്കും ഉണ്ടോഹരി എന്ന് വാദിക്കുന്നവർ. അതാണ് പാർട്ട്ണർഷിപ്പ്. ശരീക്ക്, ശിർക്കത്ത് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നില്ലേ, എന്ന് പറയാ. രണ്ടാമത്തെ ശൈത്താന്റെ തസ്തിക അതാണ്. ശൈത്താൻ എല്ലാറ്റിനും ഉപയോഗിക്കുന്ന ഒരേ മെറ്റീരിയലാണ്. ബീവി ബാവ, ശൈഖ് വലിയ, നബി റസൂൽ, ജിന്ന് മലക്ക്, ദേവി ദേവൻ, ഭഗവതി ഭഗവാൻ. ശൈത്താൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഈ കൂട്ടമായിരിക്കും. എപ്പോഴും മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തുന്നത് ഒന്നിക്ക് നിദ്ദൻ, അള്ളാഹ്ക്ക് പകരക്കാരായിട്ട്, അല്ലാഹു തആലക്ക് അവതാരമായിട്ട്. കടികട്ടിയുള്ള ഷിയാക്കൾ അലിയിനെ അവതാരമാക്കിയതുപോലെ ഇപ്പോൾ ഹറൂരി ഷിയാക്കൾ കേരളത്തിൽ റസൂലുള്ളാഹി തങ്ങൾ അവതാരമാക്കിയതുപോലെ. ആരാണ് ഹറൂരി ഷിയാക്കൾ എന്നൊക്കെ അങ്ങനെ ഇപ്പം ചോക്കും ബോർഡും ചൂരലും കൊണ്ട് പഠിപ്പിക്കാനൊന്നും പറ്റൂല. അങ്ങനെ 2 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ ഒരു ചോക്കും ഒരു ചൂരലും ഒരു ബോർഡും എന്നിട്ടിങ്ങനെ ആ അലിഫിന് 10 ആ ബാക്ക് 10 ബാ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? പറയും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു ആർക്കാണോ തൗഫീഖ് നസീബാക്കിയത് അവർക്ക് കിട്ടും, അല്ലാത്തവർക്ക് കിട്ടൂല. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഇൻഷറാഹിന് വേണ്ടി ദുആ ചെയ്തോളൂ. റബ്ബി ഇശ്റഹ് ലീ സദ്രി പറഞ്ഞോണ്ടിരുന്നോളൂ. കൽബൊന്ന് തുറന്നതാ അല്ലാഹ്, എനിക്ക് അങ്ങ് ഇട്ടുതരാൻ പറ്റൂല, ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. മൂന്നാമത്തെ തസ്തിക ശൈത്താൻ ഒരു മുഅ്മിനിന്റെ ഈമാനിനെ നഷ്ടപ്പെടുത്തി കളയുന്നതിന് ഈ മേൽപ്പറയപ്പെട്ട വ്യക്തികളിൽ നിന്ന് മൂന്നാമതായി ഉപയോഗപ്പെടുത്തുന്നത് ലഹീറൻ. അല്ലാഹ്, പക്ഷെ അള്ളാഹ്ക്ക് സഹായിക്കാൻ ഒരു ശൈഖ്, അല്ലാഹ് അള്ളാഹ്ക്ക് സഹായിയായിട്ടൊരു വലിയ, അള്ളാഹ്ക്ക് സഹായിയായിട്ടൊരു ജിന്ന്, അള്ളാഹ്ക്ക് സഹായിയായിട്ടൊരു മലക്ക്, അള്ളാഹ്ക്ക് സഹായിയായിട്ടൊരു ദേവി, അള്ളാഹ്ക്ക് സഹായിയായിട്ടൊരു ഭഗവതി അല്ലെങ്കിൽ ഒരു ഭഗവാൻ. ഇത് മൂന്നാമത്തെ തസ്തികയാണ്. നിദ്ദൻ ഔ ശരീകൻ ഔ ലഹീറൻ. ലഹീർ മീൻസ് സഹായി. ഇവർ അള്ളാഹുവിനും തന്നെയായിരിക്കും വിശ്വസിക്കുക, അള്ളാഹിനെ തന്നെയാണ് അംഗീകരിക്കുക, അള്ളാഹ് എല്ലാം എന്ന് വിശ്വസിക്കും. പക്ഷെ ഞാനായതുകൊണ്ട് അള്ളാഹ് എല്ലാ കാര്യത്തിലും എനിക്ക് ഇടപെട്ടോളണമെന്നില്ല. അപ്പൊ സഹായിക്കാൻ ഒരാള്, ഞാനായതുകൊണ്ട് മീൻസ് എന്നെ ഒന്നിനും കൊള്ളാത്തോണ്ട് എന്നർത്ഥം. എന്നല്ലാതെ ഞാനായതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ശൈഖായതുകൊണ്ടെന്നല്ല. ഞാനായി പോയി, എന്താ ചെയ്യാ? അതുകൊണ്ട് എന്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഇടപെടുകയില്ല. അപ്പൊ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ കാര്യത്തിൽ ഇടപെടാൻ സഹായിക്കാൻ വേണ്ടി ഒരാള് ലഹീർ. അതാണ് ശൈത്താൻ ഉണ്ടാക്കുന്ന മൂന്നാമത്തെ തസ്തിക. നാലാമത്തെ തസ്തിക ഷഫീഅൻ. അള്ളാഹുവാണെല്ലാം, പക്ഷെ എന്റെ കാര്യം പോക്കാൻ. അതുകൊണ്ട് അള്ളാഹു എന്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കൂല. ആ സമയത്ത് എന്റെ കാര്യം അള്ളാഹിനോടൊന്ന് ശുപാർശ പറയാൻ ഷഫീ. ഇത് ശൈത്താൻ ഒരു മുഅ്മിനിനെ കാഫിറോ മുശ്രിക്കോ ആക്കാൻ
ഉപയോഗിക്കുന്ന നാലാമത്തെ തസ്തികയാണ് ഷഫീ. ശുപാർശ പറയാൻ കുഴപ്പമില്ല, അല്ലാഹ് കൊടുത്തേക്ക്, എന്റെ സ്വന്തം. ഓൻ കള്ളൊക്കെ കുടിക്കും, ഓൻ സിനിമയൊക്കെ ചെയ്യും, പലിശയൊക്കെ തിന്നും, ഒരുപാട് ആളെ കൊന്നിട്ടുണ്ട്. അതൊന്നും നീ നോക്കണ്ട, അല്ലാഹ് എന്റെ സ്വന്തം, ഒന്ന് ചെയ്തു കൊടുത്തേക്ക് എന്ന് വെച്ചാൽ ഇത്ര മാത്രം കള്ളക്കാർക്കും കൊള്ളന്മാർക്കും ശുപാർശ പറയുന്ന ഒരു സമൂഹത്തെ ഈ മറ്റേ ഫൂലൻ ദേവിന്റെ ചെങ്കൽക്കാടിൽ കൂടി കാണൂല. എന്ത് കാടെന്ന് പറയാ? ചെമ്പൽക്കാട്. ഫൂലൻ ദേവിന്റെ ചെമ്പൽക്കാട്ടിലും കൂടി കള്ളന്മാർക്ക് കൂട്ടുപിടിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണൂല. കാരണം ഞാൻ കള്ളുടിയനാണ്, ഞാൻ പെണ്ണുപിടിയനാണ്, ഞാൻ ചൗതളിക്കാരാണ്, ഞാൻ ചീട്ടളിക്കാരനാണ്, ഞാൻ കൊലയാളിയാണ്, എനിക്ക് അള്ളാഹു നേരിട്ട് ചോദിച്ചാൽ തരൂല, അതുകൊണ്ട് ഞാൻ തങ്ങളോട് പോയിട്ട് എന്റെ കാര്യം ഒന്ന് അള്ളാഹ് പറയാൻ വേണ്ടി. തങ്ങള് നിങ്ങൾക്ക് വേണ്ട എന്താ ഞാൻ തരാം, എന്റെ കാര്യം ഒന്ന് അള്ളാഹ് പറ. ആ ശരി, ഞാൻ പറഞ്ഞോളാം എന്ന് വെച്ചാൽ ഈ കൂട്ടുകുരുത്തക്കെട്ടോനിക്ക് അള്ളാഹിനോട് ശുപാർശ പറയുന്ന ജോലി ആർക്കാ ഏൽപ്പിച്ചു കൊടുത്തത്? ഇതിനേക്കാൾ വലിയ തെമ്മാടിത്തരം ലോകത്ത് വരെന്താള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാര്? ആ മഹാന്മാരെ ഇത്രമാത്രം കളിയാക്കാൻ, പരിഹസിക്കാൻ ഇതിനേക്കാൾ വലിയ ജോലി വേറെ എന്താ ഉള്ളത്? സാധാരണ കേൾക്കുമ്പോൾ ഒരു ഹിന്ദു മതസ്ഥനും കൂടി കേട്ടാൻ തയ്യാറിക്കാം, ഈ കള്ളന്മാർക്കൊക്കെ കൂട്ടുകെട്ടാണ് ഈ ഔലിയാക്ക് പണി എന്നല്ലേ ഹിന്ദുക്കൾ ചോദിക്കുക. ഈ കള്ളന്മാർക്ക് അല്ല നേരിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവരെ പിടിക്കേണ്ടി വന്നത്. അപ്പം ഇവര് ഈ നേരെ ചൊവ്വയുള്ളവര് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒന്നും വലിയ വിഷയമല്ല, അതുകൊണ്ട് പിന്നെ തെറ്റുകൾ എന്തും ചെയ്യാം. ശുപാർശ പറയാൻ ആളുണ്ടെങ്കിൽ എന്താ പഠിക്കാൻ? രാഷ്ട്രീയക്കാർക്ക് എന്ത് കൊലയും നടത്താം. കോടതി തിറക്കാൻ ആളുണ്ടെങ്കിൽ എന്താ കാര്യം? പഠിക്കാൻ എന്താ? ആരെയാ പഠിക്കേണ്ടത്? ഒരു രാഷ്ട്രീയത്തിൽ ഇടതിലോ വലതിലോ ഒരു കയ്യും ഇല്ലാത്തവനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരാകെ അടക്കാനുള്ളത് 500 റുപ്യന്റെ ടാക്സ് ആയിരിക്കും. ആ 500 റുപ്യന്റെ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പിറ്റേന്ന് 500 റുപ്യന്റെ ബില്ലായിരിക്കും ഇലക്ട്രിസിറ്റിക്ക്. അത് അടച്ചിട്ടില്ലെങ്കിൽ പിറ്റേന്ന് പീസൂരിക്കൊണ്ട് പോകും. കാരണം പാവം, ഓനിക്ക് ശുപാർശ പറയാൻ ആരുമില്ല. അതേ ദിവസത്തിൽ ഇടതോ വലതോ ശുപാർശ പറയാനുണ്ടെങ്കിൽ 1,00,000 റുപ്യന്റെ ബില്ലായാലും ശരി, അടുത്തൊന്നും അടച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ടിയില്ല, വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, എന്റെ സ്വന്തം കൂടുതൽ ഇടങ്ങാറാക്കണ്ട. ശരിയായ മോനെ, ഇടങ്ങാറാക്കുന്നില്ല. ഒരു മുവഹിദിന്റെ തൗഹീദ് ഇല്ലാതാക്കി കളയാൻ, ഒരു മുഅ്മിനിന്റെ ഈമാൻ ഇല്ലാതാക്കി കളയാൻ, ഒരു മുസ്ലിമിന്റെ ഇസ്ലാം ഇല്ലാതാക്കി കളയാൻ ശൈത്താൻ മേൽപ്പറയപ്പെട്ടവരെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന നാലാമത്തെ തസ്തിക ശഫാഅത്താണ്, ഷഫീഅൻ. അതിലും വീഴുന്നില്ല ഇവൻ. ഒരു മുസ്ലിം അതിലും വീഴുന്നില്ല. അവൻ അതും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണമല്ലോ, ഇവന്റെ ഈമാനൊന്ന് ദുർബലപ്പെടുത്തി കിട്ടണമല്ലോ, ഇവനെ ഒന്ന് നരകത്തിന്റെ ആളാക്കണമല്ലോ. അള്ളാഹ് കൊടുത്ത ഉറപ്പല്ലേ? പണ്ട് അള്ളാഹ് കൊടുത്ത ഉറപ്പല്ലേ? അവരെ ഭൂരിപക്ഷത്തെയും ഞാൻ കൊണ്ടുപോകും നരകത്തിലേക്ക്. നിനക്ക് വളരെ കുറച്ചാളെ കിട്ടൂല. തജിദു അക്തറഹും ശാകിരീൻ. നിനക്ക് ഭൂരിപക്ഷത്തെയും കിട്ടൂല, എന്റെ പാർട്ടിയായിരിക്കും. മെനക്കെട്ടിട്ടുണ്ടാക്കിയേ പറ്റൂ. അഞ്ചാമത്തെ തസ്തിക ഒരു ബീവിയെ വെച്ച്, ഒരു ബാവയെ വെച്ച്, ഒരു വലിയനെ വെച്ച്, ഒരു ശൈഖിനെ വെച്ച്, ഒരു നബിനെ വെച്ച്, ഒരു റസൂലിനെ വെച്ച്, ഒരു ജിന്നിനെ